സമാനതകളില്ലാത്ത ക്ഷേമ വികസന പദ്ധതികൾക്ക് സാക്ഷ്യം വഹിച്ച 10 വർഷം തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ധാർമ്മിക ഉത്തരവാദിത്തം പൂർത്തീകരിച്ച് കയ്പമംഗലം മണ്ഡലത്തിൽ നിന്ന് പുതിയ നിയോഗവുമായി മുസിരീസിന്റെ ഈറ്റിലമായ പറവൂർ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം മാഷ്. മാഷെ നമസ്കാരം. നമസ്കാരം. ശരി, സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷമായിട്ടിരിക്കുന്നു. തിരക്കാണെന്ന് അറിയാം. അപ്പൊ എന്തൊക്കെയുണ്ട് ഇപ്പൊ വിശേഷം? പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയ വിശേഷങ്ങൾ നമ്മൾ ഇവിടുന്ന് പതുക്കെ പറവൂരിൽ അറിഞ്ഞല്ലോ അല്ലേ? പറവൂരിലാണ് പുതിയ നമ്മളിപ്പോൾ മത്സരിക്കുന്ന പ്രാവശ്യം. ഓക്കെ, അപ്പം പൊതുവേ നാട്ടിൽ സംസാരമുണ്ട്, മാഷ് വരും എല്ലാം ശരിയാവും, മാഷല്ലാതെ മറ്റാരെന്നൊക്കെയാണ് അപ്പോൾ നാട്ടിലെ സംസാരം. അപ്പോൾ മാഷൊരു അധ്യാപകനും കൂടിയായിരുന്നു. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ വിദ്യാഭ്യാസ രംഗം തന്നെ ചോദിച്ചു തുടങ്ങാം. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കയ്പമംഗലത്ത് നിന്ന് തുടങ്ങി ഇപ്പോൾ പറവൂർ വന്ന് നിൽക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്, ഒരു അധ്യാപകനായതുകൊണ്ടാണോ അങ്ങേക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചത്? ആ ഒരു പ്രവർത്തന രീതിയൊക്കെ എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ രംഗത്തെ? എനിക്ക് തോന്നുന്നേ ചിലപ്പോൾ ഒരു പക്ഷേ അത് അധ്യാപകം എന്നുള്ള എനിക്ക് സ്വാധീനിച്ചിട്ടുണ്ടാവും. പക്ഷേ ബേസിക്കായിട്ട് എനിക്കറിയാം ഏത് മേഖലയിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ള നമ്മുടെ സപ്പോർട്ടും ജനങ്ങളത്രയും മാറ്റുന്നൊരു പ്രവണതയ്ക്ക് നമ്മൾ നേതൃത്വം നൽകണം. കേരളത്തിൻ്റെ ആദ്യത്തെ സമരം എന്ന് പറയുന്നത് പഞ്ചമി എന്ന കുട്ടിയെ സ്കൂളിലാക്കുന്നതിന് വേണ്ടി സ്കൂളിലാക്കുന്നതിന് സമരമാണ്. അതുകൊണ്ട് വലിയൊരു സമരം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളായിട്ടുള്ള മഹാത്മാ അയ്യങ്കാളി ആയാലും ശ്രീനാരായണ ഗുരുദേവനായാലും വാഗ്ബടാനന്ദനായാലും അതുപോലെ ബന്ധപ്പെട്ട ആരായാലും ഏതൊക്കെ ഈ രംഗത്ത് നിൽക്കുന്നവരെല്ലാം ആഗ്രഹിച്ചത് അവർ സമുദായത്തിന് എന്ത് ചെയ്യണം, നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതാണ്. അപ്പം എൻ്റെ മനസ്സിലുണ്ട്, കുറഞ്ഞ സമയം എൻ്റെ റോളിനനുസരിച്ചോ എന്നെക്കൊണ്ടാവുന്ന തരത്തിലോ അത്തരം ഒരു രംഗത്ത് ഞങ്ങൾ നിൽക്കേണ്ടതുണ്ടെന്നൊരു തോന്നൽ പണ്ടേ എനിക്കുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഈ അധ്യാപകൻ എന്നുള്ളതും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ മാഷെ വീണ്ടും നമ്മുടെ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ കുടിവെള്ള പ്രശ്നം അത് ഭാഗികമായിട്ട് പരിഹരിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ട് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? അതെ, ജനത്തിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു വിഷയം ഇതായിരുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ നന്നായി ആലോചിച്ച് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്നൊരു മാർഗം എന്നത് സംബന്ധിച്ച് അതിന് ഞങ്ങളൊരു വലിയൊരു പദ്ധതി ഉണ്ടാക്കി. ഇവിടെയാണെന്നുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പേര്. ഈ പദ്ധതിയുടെ പേരങ്ങൾ നാട്ടിക ഫർക്ക വളരെ പണ്ടായിട്ടുള്ള ഒരു സ്കീമാണ്. 10 പഞ്ചായത്തുകളാണ് അതിൽ വരിക. എനിക്ക് അപ്പുറത്തുള്ള 2 പഞ്ചായത്ത് എറിയാടും എടവിലങ്ങും, അത് വൈന്തല കുടിവെള്ള പദ്ധതി എന്നാണ്, വേറെ പദ്ധതിയാണ്. അതിൽ ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രശ്നം നിൽക്കുന്നത് ഇപ്പുറത്താണ്. അത് തന്നെയല്ല, എൻ്റെ മണ്ഡലത്തെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരപ്രദേശം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഉപ്പായിരിക്കും വെള്ളം, ഉപ്പ് വെള്ളമായിരിക്കും. അപ്പോൾ അതിൻ്റെ പ്രശ്നമുണ്ട്. അതിന് ഞങ്ങൾ പദ്ധതിയൊക്കെ ഇട്ട് സ്കീമിട്ട് കിഫ്ബിയുടെ സഹായം തേടി ഇതൊക്കെ വന്നെങ്കിലും നിരന്തരമായ പ്രശ്നങ്ങളുണ്ടായി. ഇത് പരിഹരിക്കപ്പെടണ്ടേ. ഇപ്പോൾ നമ്മൾ ശുദ്ധീകരണശാല വെച്ച സ്ഥലത്ത് ഉള്ള പ്രശ്നം വെച്ചാൽ അവിടെ കേസായി. അയാൾക്ക് അതിൻ്റെ പൈസ പോരാ പറ്റുന്നവർ കേസൊക്കെ വന്ന് പ്രശ്നമാണ്, കോടതി വന്ന് അതിനുള്ള സമയമൊക്കെ എടുത്തു. പക്ഷേ അൾട്ടിമേറ്റായിട്ട് ആ പ്രശ്നമൊക്കെ പരിഹരിക്കപ്പെട്ട് ഇപ്പോൾ എല്ലാ സ്ഥലത്തേക്കും കൂടെ നമ്മുടെ പൈപ്പ് ഇട്ട് തുടങ്ങി. അവിടെ പൈപ്പ് മാറുക എന്നുള്ളതായിരുന്നു ഏറ്റവും ഒരു ഈ പഞ്ചായത്തുകളിൽ തന്നെ 8-10 സ്ഥലത്താണ് പൈപ്പ് പൊട്ടിയിരുന്നത്. നമ്മൾ നന്നാക്കും പൈപ്പ് പൊട്ടും, നന്നാക്കും പഴക്കം കൊണ്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം അത് പൂർണ്ണമായിട്ട് മാറ്റണം, എല്ലാം മാറ്റണം, അറ്റം വരെ മാറ്റണം. എനിക്കൊന്നും അതിൻ്റെ സംഖ്യ ടോട്ടൽ സംഖ്യ ഒരു കഷ്ടി 100 കോടി രൂപയോളം വരും. ചെറിയ സംഖ്യ അല്ല കേട്ടോ. ആ പ്രക്രിയ ഇപ്പോൾ പൂർത്തീകരിക്കും, വളരെ ചെറിയ സമയത്തോട്ട് പൂർത്തീകരിക്കും. അവർ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നുന്നു 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം 3 മാസത്തോളമായി അതിൻ്റെ പൈപ്പിൻ്റെ ഇട്ട് വരികയാണ്, വളരെ സ്പീഡിൽ ഇട്ട് വരികയാണ്. അപ്പോൾ അത് വരികയോടുകൂടി നമ്മുടെ കയ്പമംഗലത്തിൻ്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കപ്പെടും, പൂർണ്ണമായിട്ടും പരിഹരിച്ചു എന്ന് തന്നെ പറയാം. അത് പിന്നെ വളരെ കൃത്യമായിട്ട് വേറെ കാര്യമുള്ളതും പ്രാദേശിക കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന നമ്മുടെ സ്കീം പുതിയതായിട്ട് ഇപ്പോൾ മണ്ഡലത്തിൽ തുടങ്ങിയിട്ടുണ്ട്. പ്രാദേശിക കുടിവെള്ള പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രദേശത്തെ വലിയ നല്ല കുളങ്ങൾ, ആ കുളങ്ങളിൽ അതിൻ്റെ ഉള്ളിൽ നല്ല വലിയ കിണർ സ്ഥാപിക്കും. ആ കിണർ സ്ഥാപിച്ചിട്ട് അവിടെ നിന്നുള്ള ശുദ്ധീകരണശാല പ്രത്യേകം ഉണ്ടാകും. അതിനുശേഷം അവിടെ നിന്ന് പൈപ്പ് ലൈൻ ഇടും. ഇപ്പം അങ്ങനെ ചെയ്ത ഒരു പദ്ധതി എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 84 ലക്ഷം രൂപയോളമായി MLA ഫണ്ട് ഉപയോഗിച്ച്. എടത്തിരുത്തി പഞ്ചായത്താണ്, രാമംകുളം കുടിവെള്ള പദ്ധതി എന്നാണ് അതിൻ്റെ പേര്. അവിടെ 2-3 വാർഡ് ഇപ്പോൾ സേഫായി, പ്രശ്നമില്ല. എനിക്ക് തോന്നുന്നു 5, 6, 7 വാർഡുകളാണ് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതൊക്കെ ഇപ്പോൾ നമ്മൾ പരിഹരിക്കപ്പെട്ടോളം. ഇപ്പോൾ അതിനുശേഷം നമ്മൾ എസ്എംപുരത്ത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ നമ്മൾ. അവിടെ ഒരു പ്രാദേശിക കുടിവെള്ള പദ്ധതി പോലെ എടുത്തിട്ടുണ്ട്. അതിന് 3 കോടി രൂപ പാസ്സായിട്ടുണ്ട്. അപ്പോൾ അവിടെ
അപ്പം കൊച്ചു കൊച്ചു പദ്ധതികൾ പ്രാദേശികമായിട്ടുണ്ടാവുക, ഒപ്പം തന്നെ വൈന്തലയിൽ നിന്നുള്ള വെള്ളം കിട്ടുക, നാട്ടിയ ഫർക്കിൽ നിന്ന് വെള്ളം കിട്ടിയാൽ സേഫായിട്ട് തന്നെ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഒരു നല്ല പ്ലാൻ തയ്യാറായിട്ടുണ്ട് എന്നെ സംബന്ധിച്ച്. അത് ഇംപ്ലിമെൻറ്റിങ് ആയി തുടങ്ങി എന്നുള്ളത് വളരെ സന്തോഷമായിട്ടുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. അതെ, തീർച്ചയായിട്ടും. പക്ഷേ നമ്മൾ കയ്പമംഗലം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ആരോഗ്യ മേഖല, പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് എല്ലാം തന്നെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് വരെ കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത്? നമ്മളതൊരു നല്ലൊരു പ്ലാൻ സംബന്ധിച്ച് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലുള്ള സൂപ്രണ്ട്, അതുപോലെ അതിൻ്റെ ബന്ധപ്പെട്ട പ്രവർത്തകർ, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ എല്ലാവരും നമ്മുടെ ടീമായി വന്നു. എന്നിട്ട് നമ്മളെന്ത് ചെയ്തറിയും, എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാനുള്ള അതൊരു ഭാഗ്യമാണ്. സംസ്ഥാന സർക്കാർ നമ്മളെ നന്നായി സഹായിച്ചാണ്. മിക്കവാറും മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായില്ല. ഇവിടെ അതല്ല. ആ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകുമ്പോൾ വെറുതെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ ഒരു ബോർഡ് വെച്ചിട്ട് നമുക്ക് കാര്യമില്ല, അതല്ലല്ല കാര്യം. അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ പറയുമായിരുന്നു, ആൾക്കാർ ഇത് പോരാ എന്ന് പറയും. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ ആശുപത്രി വികസന സമിതിയുമായിട്ട് ഒന്ന് ആലോചിച്ച് അവിടെ ഉള്ളതിൻ്റെയൊക്കെ ചെയ്യും. ചിലയിടത്ത് ടോയ്ലറ്റിൻ്റെ വലിയ കുറവുണ്ടായിരുന്നു, ചിലയിടത്ത് അവർ ഫാർമസിയുടെ കുറവുണ്ടായിരുന്നു, ഡോക്ടർമാർ കുറവുണ്ടായിരുന്നു, പലതരത്തിലുള്ള കുറവാണ് ഓരോ സ്ഥലത്തും. അതിനെന്ത് ചെയ്തു, അതിന് MLA ഫണ്ട് എത്ര കൊടുക്കാൻ പറ്റും നോക്കി ഓരോതിനും. അപ്പോൾ ഒരെണ്ണത്തിന് ഇപ്പോൾ കൂളിമുട്ടം ഒരു 1.5 കോടി രൂപ കൊടുത്തിട്ടുണ്ടാവും, ഇടവിലങ്ങ് ഒരു 90-1 കോടി അടുക്കുള്ള സംഖ്യ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്ത് വേണമെന്ന് ആലോചിച്ചിട്ട് അതിനാവശ്യമായിട്ടുള്ള പണം MLA ഫണ്ട് വേറെ രീതിയിലൊക്കെ നമ്മൾ പൂൾ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ആളുകൾക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ആശുപത്രിയിൽ വരുമ്പോൾ ഒരു സന്തോഷമായി, കാര്യങ്ങളിൽ ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നത് കൂടാണ്ട് നമ്മൾ പതുക്കെ അതിൻ്റെ കുറച്ചും കൂടി ഉയർന്ന തലത്തിലേക്ക് വന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മാനം കേട്ടോ, സ്റ്റേറ്റ് ഗവൺമെൻറ് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് സമ്മാനമാണ് ഇവർക്ക് കിട്ടിയത്. അപ്പോൾ ഈ ഏറ്റവും അവസാനം കിട്ടിയത് ഇടവിലങ്ങാണ്. ഇനി എനിക്കൊന്ന് 2 പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് കൂടി കേന്ദ്ര ഗവൺമെൻറ് അവാർഡ് കിട്ടിയാൽ അവാർഡും എല്ലാ ഇതിനുമായി ആളുകൾക്ക് നല്ല തൃപ്തിയാണ്. അതുകൊണ്ട് മരുന്നുണ്ട്, ഡോക്ടറുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്, അങ്ങനെ വരിക. അത് തന്നെയല്ല, ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അവാർഡ് കിട്ടിയാൽ 2 ലക്ഷം രൂപ അവർക്ക് സമ്മാനമായിട്ട് കിട്ടുന്നുണ്ട്. അത് തുടർച്ചയായിട്ട് 3 വർഷം കിട്ടുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യമുണ്ട്. ഏതായാലും ആളുകൾക്ക് അക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഒരുവിധം ഒരു തൃപ്തികരമായിട്ടുള്ള സ്ഥിതി വന്നു. എന്നാലും സാധാരണയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആശുപത്രിയൊക്കെ അല്ലേ വരാം. പക്ഷെ അതല്ല, പണ്ട് നിരന്തരമായി പ്രശ്നവും ആളുകൾക്കൊരു ഇതില്ലാത്തതിനെ വിട്ട് ഇപ്പോൾ ഒരു 80-85% ആളുകൾക്ക് താല്പര്യമുള്ള രീതിയിലുള്ളൊരു ആശുപത്രിയായിട്ട് ഇത് മാറ്റാൻ കഴിയുന്നതുകൊണ്ടാണ്. ചില സ്ഥലത്തൊക്കെ ചെറിയ കാപ്പിയൊക്കെ കൊടുത്തു തുടങ്ങി. ചില സ്ഥലത്ത് ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ അമ്മയൊക്കെ അവിടെ ഭക്ഷണം കൊടുക്കുമായിരുന്നു വരുന്ന ആളുകൾക്ക്, കഞ്ഞി, മറ്റു രോഗികൾക്ക്. എന്നുവെച്ചാൽ ആളുകളുടെ താല്പര്യം കൊണ്ടല്ലേ. അപ്പം അങ്ങനെയൊക്കെ ആളുകൾ നന്നായിട്ട് മാറിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിലെ പൊതുവായിട്ടുള്ള ആളുകൾക്ക് ഈ ആരോഗ്യരംഗത്തൊരു സ്വീകാര്യപരമായിട്ടുള്ള രീതിയിലേക്ക് വരാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ മാഷി, നമ്മുടെ കയ്പമംഗലം മണ്ഡലം ഒരു തീരദേശ മണ്ഡലം കൂടിയാണ്. അപ്പോൾ അവിടെയുള്ള ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കടലേറ്റം അല്ലെങ്കിൽ കടലാക്രമണമാണ്. അപ്പോൾ ഇത്തരം ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടി എന്തെങ്കിലും നടപടികൾ മാഷിൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ മെമ്പറായിരിക്കുമ്പോൾ തുടങ്ങി വളരെ പ്രയാസകരമായിട്ടുള്ള അനുഭവമാണ് ഈ തീരദേശം സംബന്ധിച്ച്. 10 വർഷം എന്ന് പറയുമ്പോൾ 2018 അതിന് മുമ്പിലുള്ള 5 വർഷം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ കയ്പമംഗലത്ത് എന്ന് പറഞ്ഞാൽ 7 പഞ്ചായത്തുകളാണ്. 7 പഞ്ചായത്തിനും തീരപ്രദേശമാണ്. നമുക്ക് അങ്ങോട്ടും മാറിക്കാൻ ഒരു നിവൃത്തിയില്ല. പിന്നെ മാത്രമല്ല, എൻ്റെ വീട് ഏകദേശം തീരപ്രദേശത്ത് അടുത്താണ്. അപ്പോൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പരാതികളും പ്രശ്നങ്ങളും നിരന്തരമായി കേൾക്കുകയാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഈ കടലാക്രമണം ഉണ്ടാകുമ്പോൾ അവർ ഇത്രയും നാൾ സമ്പാദിച്ച മുഴുവൻ നഷ്ടപ്പെട്ടു പോകല്ലേ. ഭയങ്കര വളരെ വിഷമമുള്ള സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ ആളുകളെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആളുകളാണെങ്കിലോ ഭയങ്കര റാഷായിട്ട് വർത്താനം പറയും. അതുപോലൊരു വർത്തമാനം നമ്മുടെ ജീവിതത്തിൽ അത് തെറ്റല്ല. എന്നുവെച്ചാൽ അവരെല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്യും? അവർ അങ്ങനെ എനിക്കൊന്ന് ആശ്വസിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ആദ്യം ഉണ്ടായുള്ളൂ. നമ്മൾ പറയും നമുക്ക് ശരിയാക്കി തരട്ടെ, അങ്ങനെ ആവാം, അങ്ങനെയുള്ള രീതിയിൽ പറയുമായിരുന്നു. എന്നാലും ഇത് എങ്ങനെ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ തുടങ്ങിയുള്ള വലിയ പ്രയാസമായിരുന്നു. അപ്പോൾ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം ഞാൻ ചെയ്തത് സർക്കാരിൻ്റെ പൈസ കിട്ടാനില്ല, മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, ഏറ്റവും ആദ്യം കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ആദ്യം ഒന്ന് മണൽത്തിട്ട പോലെയൊക്കെ ഒന്ന് പിടിപ്പിച്ച് JCB വെച്ച് ചെയ്ത്, സാധാരണ നമ്മുടെ ചാക്ക് കിട്ടുമല്ലോ, ചാക്ക് നമ്മൾ സ്പോൺസർഷിപ്പിലൂടെ ഒക്കെ കണ്ടെത്തി ചാക്കിൽ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കൊണ്ടും ബാക്കിയുള്ളവരെ കൊണ്ടും നിറപ്പിച്ച് അങ്ങനെ തടയാൻ പറ്റുമെന്നാണ്.
വലിയ പ്രായോഗികമായിട്ടല്ല, എന്നാൽ പക്ഷേ അങ്ങനെ ഒരു പറ്റുള്ളൂ. കടയായല്ലോ അത്. പക്ഷെ രസം എന്നറിയോ, തൃശ്ശൂർ ജില്ലയുടെ തന്നെ എന്തോരം ആളുകളാണ് വന്നത്. ഒരു ദിവസം 1000 പേരുള്ള ദിവസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 1000 പേര് ഇത് എടുക്കാളും. അങ്ങനെ അതിഗംഭീരമായിട്ട് അത് നടത്തി. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും അതെന്ത് ചെയ്യും, താൽക്കാലിക ചെറിയൊരു ആശ്വാസം ഉള്ളത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ MLA ആയ ശേഷം കിട്ടിയത് ജിയോ ബാഗ് കിട്ടി. കുറേ സ്ഥലത്ത് ജിയോ ബാഗ് വെച്ചു. പക്ഷേ ജിയോ ബാഗിനും പ്രശ്നമുണ്ടായി. വിചാരിച്ചു കുറേ സ്ഥലം കരിങ്കല്ല് കെട്ടാനുള്ളതിനും. കരിങ്കല്ല് കിട്ടുമ്പോൾ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിങ്കല്ലിൻ്റെയും പല സ്ഥലത്തും നമുക്കിത് കിട്ടുന്നില്ല, അവർ കോൺട്രാക്ട് എടുക്കുന്നില്ല. അവിടെ ആണെങ്കിൽ കരിങ്കല്ല് കിട്ടാൻ പ്രയാസം വരുന്നു. അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്നാലും കുറേ എനിക്കതിന് ഒരു 2-2.5 കോടി രൂപയുടെ കരിങ്കല്ലെങ്കിലും നമ്മുടെ ഈ പ്രദേശത്ത് പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആലോചിച്ച് ഇതല്ലാതെ എന്ത് വഴി. അപ്പോഴാണ് നമ്മുടെ ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള വലിയ ഗൗരവപ്പെട്ടൊരു സഹായം ചെയ്തത്. എന്തെന്നറിയും, നമ്മുടെ വീട് തൊട്ട് നിൽക്കുന്ന ഈ 50 മീറ്ററുള്ള സ്ഥലത്ത് നിന്ന് മാറ്റാനുള്ള ഒരു പുതിയ ഉത്തരവ് ഒന്ന് കിട്ടി. അപ്പം നമ്മളത് കൃത്യമായിട്ടൊന്ന് ഇത് ചെയ്ത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും ഒക്കെ ഒന്ന് വിളിച്ചിരുത്തി അവരോടൊന്ന് പറഞ്ഞ് അവരോടൊന്ന് ഈ 50 മീറ്ററിലുള്ള ആളാരെന്ന് നോക്കി അത് ശരിയാവാൻ വേണ്ടി ഗ്രാമസഭയിൽ വെപ്പിച്ച് അവരെ കരട് ലിസ്റ്റ് ഒന്ന് പ്രസിദ്ധീകരിച്ച് ഇങ്ങനെയൊക്കെ പ്രോസസ്സൊക്കെ നടത്തിയിട്ട് നമുക്ക് കുറേ ആളുകളുടെ പേര് കിട്ടി. ഒരു 400 ചില്ലാൻ പേര് നമ്മൾ കിട്ടി. 446 മറ്റുള്ള പേര്. അങ്ങനെ പേര് കിട്ടി. അവർക്ക് എന്ത് ചെയ്തു, അവർക്കൊരു സ്പെഷ്യൽ സ്കീമാക്കി. പുനർഗേഹം എന്നാണ് ആ പരിപാടി. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള, ഞാൻ പറയുന്നത് വേറെ എന്തൊക്കെ നടത്തുന്നേക്കാളൊക്കെ മനസ്സ് നിറഞ്ഞിട്ടുള്ള സാധനം അവരെ സംരക്ഷിക്കും. ഇപ്പം 4 കൊല്ലമായി ഒരു കടലാക്രമണത്തിൻ്റെയും ഭീഷണി ഇവർ നേരിടുന്നില്ല. പണ്ട് ഞങ്ങൾ ഓരോ കൊല്ലം വരുമ്പോഴും വഴിതടയിൽ, നാഷണൽ ഹൈവേ തടയിൽ സമരങ്ങളുടെ അതിഗംഭീര സാധനമാണ്. അതീതാണ്. അതൊക്കെ മാറി. ഇപ്പോൾ ആളുകൾ ഈ 50 മീറ്ററിൽ നിന്ന് പോയതോടുകൂടി അത് 50 മീറ്റർ പോയെന്ന് പറഞ്ഞാൽ 200 മീറ്റർ അവർ താമസിക്കുകയാണ്. ചില ആളുകൾ ചാലക്കുടി പോലും സ്ഥലം എടുത്തവരുണ്ട് കേട്ടോ. ചാലക്കുടി പോലും സ്ഥലം അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് എടുക്കുന്നത്. അത് തന്നെയല്ല ഈ സ്പെഷ്യൽ പാക്കേജിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ലക്ഷം രൂപ ഒരു സെൻറ്റ് മേടിക്കാൻ കിട്ടും. മറ്റൊക്കെ 2 ലക്ഷം ഒന്നും കിട്ടില്ല. മറ്റിപ്പോൾ എല്ലാ ഇതിനും അറിയാമല്ലോ, ഇപ്പോൾ പട്ടികജാതി പട്ടിക വിഭാഗത്തിൽപ്പെട്ടവർക്ക് പോലും ഒരു സെൻറ്റ് മേടിക്കാൻ 75 കിട്ടുള്ളൂ. ഇവർക്ക് 2 ലക്ഷം കിട്ടും. സർക്കാർ മാറ്റവും വരുത്തി. ഇപ്പോൾ അന്ന് ഭൂമി വിലക്കുറവിന് മേടിച്ചാൽ എന്ത് ചെയ്യും, ആ സംഖ്യ കൂടി വീട് നിർമ്മാണത്തിന് കൊടുക്കും. പണ്ട് സ്പിറ്റാണ്. 6 ലക്ഷം കൊണ്ട് സ്ഥലം മേടിക്കണം, 4 ലക്ഷം കൊണ്ട് വീട് പണിതുള്ളതാണ്. ഇപ്പം അങ്ങനെയല്ല. 2 ലക്ഷം കൊണ്ട് സ്ഥലം എടുത്തു കഴിഞ്ഞാൽ 8 ലക്ഷം കൊണ്ട് എന്ത് പണിയാം, വീട് പണിയാം. മനസ്സിലായില്ലേ? പിന്നെ കുറച്ചും കൂടെ മാറ്റിപ്പല്ലേ ഏറ്റവും ലേറ്റസ്റ്റ് മാറ്റം വരുത്തി എന്തെന്നറിയോ, ഈ ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോഴുള്ള ഫീസ് ഉണ്ടല്ലോ, അതുപോലെ മുദ്രപത്രം ഉണ്ടല്ലോ, രണ്ടും വേണ്ടാന്ന് വെച്ച്. അപ്പോൾ ഒരു 10.25 ലക്ഷം രൂപയോളെങ്കിലും ഒരു ആൾക്ക് വ്യക്തിക്ക് കിട്ടുന്നത്. ഞാൻ ഏറ്റവും മനസ്സമാധാനം ഉണ്ടാക്കിയ, സന്തോഷം ഉണ്ടാക്കിയ ആളുകളോട് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നമ്മൾ തെരഞ്ഞെടുപ്പിലൊക്കെ ശരിയാക്കാം ഉറപ്പെന്നൊക്കെ പറയുന്നല്ലേ, അത് നന്നായി പാലിക്കപ്പെടാൻ പറ്റും. ഇപ്പം എനിക്ക് പോകുന്നിടത്തൊക്കെ സന്തോഷമാണ്. എന്തോരം ഈ പെരപാർക്കെല്ലാം ഞാൻ പോയിട്ടുള്ളതെന്നറിയാം. അവർ വളരെ സന്തോഷമായിട്ട് വിളിക്കും. ചില സ്ഥലത്തൊക്കെ അവർ പറയും ടൈസൺ മാഷ ഇവിടെ നിന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട്. സന്തോഷമായിട്ട് രസമായിട്ടുള്ള ഇത് അങ്ങനെ ഉള്ള ഒരു സംഭവമുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. പക്ഷെ ഇപ്പോൾ ഒരു MLA സംബന്ധിച്ചിടത്തോളം ആസ്തി വികസന ഫണ്ടായിട്ട് കിട്ടുന്നത് 5 കോടിയും അതേപോലെ തന്നെ പ്രാദേശിക വികസന ഫണ്ടായിട്ട് കിട്ടുന്നത് 1 കോടിയുമാണ്. അപ്പോൾ മൊത്തത്തിലൊരു 6 കോടിയാണ് ഫണ്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ മാഷിൻ്റെ മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ ഇതിന് 10 ഇരട്ടിയിലേറെ ഫണ്ട് ലഭിച്ചിട്ടുണ്ട്, അതിനുള്ള പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ഫണ്ട് ഇത്രയും, എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതാണ്. ഇത് 10 വർഷമായില്ലേ ഇപ്പോൾ MLA നമ്മൾ ചെയ്യുന്നപ്പോൾ 6 ഉറപ്പായിട്ട് നമ്മുടെ കയ്യിലുണ്ട്, ഡെപ്പോസിറ്റ് പോലെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ 6 കോടിയുടെ പ്രാദേശികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സംബന്ധിച്ച് നമ്മൾ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ധാരണ അനുസരിച്ച് പോകും. ഇപ്പോൾ സ്കൂളിലെ കമ്പ്യൂട്ടറുകൾ, എല്ലാ വായനശാലകൾക്കും നല്ല കെട്ടിടം പണിത് കൊടുക്കുക, അതുപോലെ തന്നെ ക്ഷീരസംഘങ്ങൾക്ക് കെട്ടിടം പണിത് കൊടുക്കുക, ഹൈ മാസ്റ്റ്, മിനി മാസ്റ്റ് തുടങ്ങിയത് വയ്ക്കുക. ഇങ്ങനെയുള്ള പദ്ധതികളൊക്കെ നമ്മുടെ ഈ 6 കോടിയിൽ ഒതുക്കി. പിന്നെ വളരെ ആവശ്യം വേണ്ട ചില പരിപാടികൾ, പദ്ധതികൾ പറഞ്ഞാൽ അതൊക്കെ ചെയ്ത് കൊടുക്കുക. അതിൽ ഉപരിയായിട്ട് നമുക്ക് ശ്രദ്ധിച്ചത്, ഒന്ന് സർക്കാർ തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം, സ്കൂളുകൾക്കുള്ള പണം സർക്കാർ വേറെ തരികയാണ്. സംസ്ഥാന ബജറ്റിൻ്റെ ഭാഗമാണ്, കിഫ്ബിയുടെ ഭാഗം തരികയാണ്. എല്ലാ സ്കൂളുകൾക്കും എനിക്ക് തോന്നുന്നു 8.5 കോടി മുതൽ, ഇൻ്റർനാഷണൽ സ്കൂളിൽ എനിക്ക് ഏകദേശം 8.5 കോടി കിട്ടി. അതുപോലെ ഫിഷറി സ്കൂളിന് ഏകദേശം 5-5.5 കോടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ സ്കൂളുകൾക്കൊക്കെ 3 കോടി കിട്ടിയിട്ടുണ്ട്. കൊച്ചു സ്കൂൾ, ഏറ്റവും ചെറിയ സ്കൂളുകൾക്ക് 1 കോടി വരെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ സ്കൂൾ, അതൊക്കെ നമ്മളൊരു പ്ലാൻ തയ്യാറാക്കി വളരെ കൃത്യസമയത്ത് സമർപ്പിക്കുക എന്നാണ്. വളരെ പോസിറ്റീവാണ്. മന്ത്രി പോസിറ്റീവാണ്. അതിനൊക്കെ നന്ദി അവരോടൊക്കെ എത്രയോ വട്ടം പറയേണ്ടതാണെന്ന് അറിയിക്കും.
അപ്പോൾ അത്തരം കെട്ടിടങ്ങൾക്കുള്ള സഹായങ്ങൾ മുഴുവൻ അവിടെ നമ്മൾ വാങ്ങിയെടുക്കാൻ കഴിയും. അപ്പോൾ ഒരു കാര്യം, ഒരു സംഖ്യ. പിന്നെ ഹാർബർ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു ശാഖയുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പദ്ധതികൾ സംബന്ധിച്ച് നേരത്തെ കൊടുത്താൽ അവിടെ നിന്നുള്ള പണം എനിക്കൊന്ന് 1,85,00,000 45,00,000 ഇങ്ങനെ കുറേ ഒരുപാട് ഫണ്ട് നമ്മുടെ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. അത് വേറൊരു സോഴ്സാണ്. പിന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ കിഫ്ബിയുമായിട്ട് ബന്ധപ്പെട്ട സോഴ്സിൽ സംഖ്യ വന്നിട്ടുണ്ട്. പിന്നെ കൃഷി ഡിപ്പാർട്ട്മെൻറ്റ് വന്നു. ഇപ്പോൾ കൂൺ കൃഷി പ്രത്യേകമായി വന്നപ്പോൾ ഇവിടെയാണ് കൂൺ കൃഷിയുടെ 30 ലക്ഷം നമുക്ക് അനുവദിച്ച് ഇവിടെയാണ്. അതുപോലെ തളിർ പദ്ധതി എന്ന് പറഞ്ഞ പുതിയ പദ്ധതി ഇവിടെ കൊണ്ടുവന്നതാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അത് നമുക്ക് എല്ലാ വിദ്യാലയങ്ങൾക്കും കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ചോരയ്ക്ക് ചീര എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്ന് ഇവിടെയാണ്. അപ്പം ഞങ്ങളുടെ മിനിസ്റ്റർ കടന്നപ്പള്ളി പറയുമായിരുന്നേ, ഞങ്ങളുടെ കണ്ണൂർ ജില്ലക്കാരൻ ഞങ്ങൾ പറയുക ചോരയ്ക്ക് ചോര എന്നാണ്. പക്ഷെ ഇവിടെ കൈപ്പൊങ്ങലത്ത് വന്നപ്പോഴാണ് ചോരയ്ക്ക് ചീര എന്നുള്ള കേൾക്കണമെന്ന് പറഞ്ഞു. നമ്മളെന്ന് വെച്ചാൽ പദ്ധതിയുടെ വ്യത്യാസം. ആ പദ്ധതിയുടെ സഹായം മുഴുവൻ തന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്, കൃഷി ഡിപ്പാർട്ട്മെൻറ്റാണ്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. കൃഷി ഡിപ്പാർട്ട്മെൻറ്റ്, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ്, ബന്ധപ്പെട്ട ഇപ്പോൾ ഉദാഹരണത്തിന് പോലീസ് സ്റ്റേഷൻ, അതുമായിട്ട് നിരവധിയായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ആ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള പണം നമ്മൾ അവരായിട്ട് സംസാരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സാധ്യത. അതുകൊണ്ട് വലിയ സംഖ്യ. പാലത്തിന് എത്ര കോടി രൂപ വരുമെന്നാണ് വിചാരിക്കുന്നത്? 10-200 കോടി രൂപയാണ്. തീരപ്രദേശ റോഡുകൾ എത്ര വരുമെന്ന് വെച്ചാൽ വലിയ സംഖ്യ. അത് കിഫ്ബിയിൽ നിന്നാണ് വരുന്നത്. എനിക്കത് കിഫ്ബിയിലായിരുന്നെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ പറ്റില്ല ഇതിങ്ങനെ ഒരു പദ്ധതിയെ സംബന്ധിച്ച്. എല്ലാവരും പരിശ്രമിച്ച നമ്മുടെ പ്രസ്ഥാനത്തിലുള്ളവരുണ്ടായിട്ടുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഒരാ MLA-മാരും പ്രയത്നമൊന്നും കുറച്ചിട്ടില്ല. പക്ഷെ ഒരു പദ്ധതിയും വന്നും പദ്ധതിക്ക് പ്രകാരത്തിലും പൈസ കിട്ടാനുള്ള നമ്മുടെ ഒരു ശ്രമവും നന്നായി നടന്നു. ഇത് നടന്നപ്പോൾ ഓക്കെ, ഇതാണ് പദ്ധതി. അതാണ് നമ്മുടെ ശ്രമം പ്രധാനമാണ്. മുട്ടുക എന്ന് പറഞ്ഞാൽ വേണം. അത് നമ്മൾ അത് വളരെ പ്രധാനമാണ്. നമ്മൾ ചോദിക്കാതെ നമുക്ക് വേണ്ടി മുട്ടാൻ ഒരാളുണ്ടല്ലോ. അതെ, അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ ഞാൻ എൻ്റെ മാത്രമായിട്ട് പറയൂല കേട്ടോ. എന്താണെന്നറിയോ, എൻ്റെ ഓഫീസിലുള്ള സ്റ്റാഫ് വളരെ പ്രധാനമാണ്. ഓഫീസ് സ്റ്റാഫ് നന്നായി ഒരു കാര്യം ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. ഒരു ടേബിളിൽ നിന്ന് അടുത്ത ടേബിളിലേക്ക് കമ്പ്യൂട്ടർ പോകുമ്പോഴേക്കും കമ്പ്യൂട്ടറോടൊപ്പം തന്നെ ഇവർ സഞ്ചരിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അങ്ങനെയാണ്. എൻ്റെ കൂടെയുള്ള പഴയ MLA ഒക്കെ ഉണ്ട്, നമ്മുടെ അരുണ മാഷൊക്കെ പറയും, ഈ ഇപ്പോൾ പാലത്തിന് വേണ്ടിയുള്ള മീറ്റിങ്ങുകൾ മന്ത്രിമാരുടെ തലത്തിൽ ഡോക്ടർ തോമസ് ഐസക്ക്, നമ്മുടെ ശർമ്മ നേതൃത്വത്തിൽ, അതുപോലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ സജി ചെറിയാൻ, ജില്ലാ കളക്ടർ, ഇങ്ങനെ ആ മീറ്റിംഗ് കൂടിയ കടലാസ് ഉണ്ടല്ലോ, ആ കടലാസ് ഉണ്ടെങ്കിൽ അഴീക്കോട് മുനമ്പം പാലം നിർമ്മിക്കാമെന്ന് പറയും കളിയാക്കിയിട്ട്. അത്രയും ഫോളോ അപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോന്നിനും നമ്മൾ എടുക്കുന്ന സമീപനം കൊണ്ട് മാത്രമാണ്. എപ്പോഴും നമുക്ക് ഓരോ പ്രോജക്റ്റും സാങ്കേതികമായിട്ട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും നമ്മൾ ഉദ്ദേശിക്കാത്തത്. അത് മറികടക്കണമെങ്കിൽ നമ്മൾ പിന്നാലെ നിൽക്കണം. ആ നിൽക്കുന്നതിനൊരു ടീമായി എൻ്റെ ഓഫീസിലെ സ്റ്റാഫ് ഉണ്ടായെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ മാഷേ, സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് നമ്മുടെ അഴീക്കോട് പോമ്പാനോ ഹാച്ചറി. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ എങ്ങനെയാണ്? നമ്മളത് ആരംഭിക്കുന്ന സമയത്ത് MLA വരുന്ന സമയത്ത് എൻ്റെ അവിടെ ഈ ഹാച്ചറിയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ കുറച്ചും കൂടി ഗൗരവപ്പെട്ട അർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടർ നമ്മുടെ തിരുവനന്തപുരം, അതിനുശേഷം ജില്ലാ ഭാരവാഹികളൊക്കെ കൂടി നമ്മൾ യോഗം ചേർന്ന് എങ്ങനെ കുറച്ചും കൂടി നല്ല രീതിയിൽ കൊണ്ടുവരാമെന്നുള്ളത് നമ്മൾ നോക്കി. അത് നോക്കിയപ്പോൾ ചില സജഷൻ ഉണ്ടായി. അതിന് സഹായകരമായിട്ടുള്ള പ്രോജക്റ്റ് നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുത്തു, മന്ത്രി വഴി കൊടുത്തു. അപ്പോൾ അതിൻ്റെ പുതിയ കാര്യങ്ങൾ വന്നു. പണ്ടുണ്ടായിരുന്ന കുറച്ച് ചില മീൻ വിത്തുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവസാനമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ പൊമ്പാനോ എന്ന് പറയുന്നത്, പൊമ്പാനോ എന്ന് പറഞ്ഞാൽ വറ്റ നമ്മൾ സാധനം പറഞ്ഞു, അതാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഒരു കാര്യം അറിയേണ്ടത്, ഈ ലാഭകരമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നായി അത് വളർന്നു. അത് ചെമ്മീൻ്റെ പലതരത്തിലുള്ള സാധനമുണ്ട്, കരിമീൻ്റെ ഇതുണ്ട്, പുതിയതായിട്ട് വറ്റ വന്ന്. അപ്പോൾ അതിനുള്ള ടാങ്ക് വേണം, അതിനുള്ള സൗകര്യം വേണം, അത് സംഘടിപ്പിക്കാനുള്ള പൈസ വേണം, ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള തലത്തിലുള്ള ആളുകൾ വേണം, എല്ലാ സൗകര്യവും വളരെ. വെള്ളത്തിൻ്റെ പോലും പ്രശ്നം വരും, അറിയാമല്ലോ, തീരപ്രദേശം എന്നപ്പോൾ എല്ലാം നന്നായി. അത് ഇപ്പോൾ ലാഭകരമായിട്ട് നമുക്ക് തുടങ്ങി. ഇപ്പോൾ തന്നെയല്ല, എല്ലാ സ്ഥലത്തും മീൻ സപ്ലൈ ചെയ്ത് കുഞ്ഞുങ്ങളെ സീഡിന് സപ്ലൈ ഉണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ പദ്ധതിയുടെ വലിയതോട് പദ്ധതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടെ വളർത്താൻ കഴിയുന്ന, ആ തോട്ടിലിടാൻ കഴിയുന്ന മത്സ്യങ്ങൾ ഉൾപ്പെടെ തന്ന സ്ഥാപനം ഇതായി മാറി. അത് ലാഭകരമായിട്ടിപ്പോൾ നല്ല ഒരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് വളർന്നു വരികയാണ്. ഒന്നും കൂടെ ശ്രദ്ധിച്ചാൽ എനിക്ക് തോന്നുന്നു വലിയ രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന സ്ഥാപനമായിട്ട് മാറുന്നുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു വരും തലമുറയ്ക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുത്തെ എൻ്റെ ആഗ്രഹം, അവിടെ ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കൊക്കെ ട്രെയിനിങ് ഇപ്പോൾ കൊടുക്കുന്നുണ്ട്.
ആ ട്രെയിനിങ് കൊടുത്തിട്ട് നമ്മുടെ ഈ പൊതുകുളങ്ങളെ സംരക്ഷിക്കാൻ പറ്റുമെന്നും കൂടെ നോക്കുകയാണ്. പൊതുകുളങ്ങളുണ്ടല്ലോ, പൊതുകുളങ്ങളൊന്ന് വൃത്തിയാക്കി ഈ മീനുകൾ ഇവിടെ വളർത്തി അവർക്കതിൽ നിന്ന് നല്ല കൃഷി ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വീട്ടിൽ നമ്മളൊരു കുടുംബമായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ ഇവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച ഒരു സ്ഥാപനം തുടങ്ങുകയാണ്. മിമീസ് എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ കോതോർമി തുടങ്ങിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മത്സ്യങ്ങളും ഫ്രഷായിട്ട് എല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന മത്സ്യങ്ങൾ ഇഷ്ടമുള്ള പോലെ അവിടെ പിടിച്ചിട്ടുണ്ട്. അത് എടുക്കാൻ പറ്റും, അത് കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിട്ട് അവർക്ക് അപ്പോൾ വിപണന സാധ്യതയും വരണം. ഈ കുഞ്ഞുങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം, അതിൻ്റെ വിൽപ്പന നടക്കണം, അതിന് കുളങ്ങളിൽ വളർത്താൻ കഴിയണം, അതിനുശേഷം അതിന് വിപണനം നടത്താൻ കഴിയണം. കുറച്ച് കഴിയുമ്പോൾ ആ പ്രോസസ്സ് നടക്കണം. ഏത് പല പല ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അങ്ങനെ കഴിഞ്ഞാൽ അനന്തമായിട്ടുള്ള തൊഴിൽ സാധ്യത സൃഷ്ടിക്കുന്ന ഒരു സാധനം അതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മിമീസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ വളരെ സന്തോഷം. ഒരു കുറേ ചെറുപ്പക്കാർക്ക് ജോലി കിട്ടുന്ന ഒരു സംരംഭമായിട്ടത് മാറുകയാണ്. ഇപ്പോൾ മാഷെ, നമ്മുടെ തീരദേശ ഹൈവേയുടെ ഭാഗമായ അഴീക്കോട് മുനമ്പം പാലം കയ്പമംഗലം മണ്ഡലത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഒരുപാട് പേര് ശ്രമിച്ചിട്ടും നടക്കാതെ പോയൊരു പദ്ധതി മാഷാണ് നടപ്പിലാക്കിയത്. അപ്പോൾ എന്താണ് ആ ഒരു കാര്യം നടപ്പിലാക്കാൻ അതിൻ്റെ പിന്നിലുണ്ടായ ഒരു രഹസ്യം എന്താണ്? എങ്ങനെയാണ് അത് നടപ്പിലാക്കിയത്? ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഒരു ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. അതിന് യഥാർത്ഥത്തിൽ നമ്മളെ സഹായിച്ചത് ഒരു കൂട്ടായ പരിശ്രമമാണെന്ന് ആദ്യം പറയേണ്ടി വരും. അതിൽ വിമർശനങ്ങൾ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ആ വിമർശനങ്ങളും നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തിട്ടുള്ളൂ. വെച്ചാൽ ആ ഒരു വിമർശനത്തിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കൊല്ലമായി എന്ന് വേണമെങ്കിൽ അറിഞ്ഞുകൂടാ, അത്രയും കൊല്ലമായിട്ട് ഇത് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ പലതരത്തിലുള്ള തമാശകൾ അതിനെ സംബന്ധിച്ച് കേൾക്കാം. ചില ആൾക്കാർ പറയും ഇത് നേരത്തെ കല്ലിട്ടിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് കല്ല് എടുത്തുകൊണ്ട് പോയതാണ്, അത് കഴിഞ്ഞിട്ട് പാസ്സായത് ഇത്രയാണ്, പിന്നെ പാസ്സായിട്ടില്ല എന്ന് പറയുന്നവർ, പിന്നെ വെറുതെ പറ്റിക്കാൻ പറയുന്നവർ, പിന്നെ ബഡ്ജറ്റിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്നത്. പിന്നെ ബഡ്ജറ്റിൽ എല്ലാ ബഡ്ജറ്റ് വരുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി നിൽക്കും. എന്തിനു വേണ്ടിയാണെന്ന് അറിയും, MLA ഒരു ഫ്ലെക്സ് ബോർഡ് വരും. അപ്പോൾ ഫ്ലെക്സ് ബോർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കോഴിക്കോടിൻ്റെ ഒക്കെ നമ്മൾ ഓടൊക്കെ വല്ലയിടത്തൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ, അതിങ്ങനെ ഇടാൻ ഉപയോഗിക്കും. അങ്ങനെ ഫ്ലെക്സ് ബോർഡ് അടുത്തൊക്കെ പറയുന്ന രീതിയിലൊക്കെ കളിയാക്കി പറയുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളത് ഓരോന്നും അതിന് വിമർശനത്തെയും അതുപോലെ നമ്മളെ സപ്പോർട്ടിനെയും, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്, പണിയെടുക്കുന്നതിന് ആത്മാർത്ഥമായിട്ട് കാണുന്നുണ്ടായിരുന്നു. അവരെയും ഒരുമിച്ച് നമുക്ക് നിർത്താൻ നമുക്ക് ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് ഒരുമിച്ച്. പിന്നെ എനിക്ക് എപ്പോഴും തോന്നുന്ന കുറേ ആളുകളുണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയമൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന. ഇപ്പോൾ അമ്പാടി വേണുണ്ട്, ഇവിടെ ഇപ്പോൾ ഉള്ള ആളാണ്, സീനിയറായിട്ടുള്ള ആളാണ്. അതൊക്കെ എപ്പോൾ കണ്ടാലും ഇത് എന്നോട് സുഖമാണെന്നല്ല ചോദിക്കുക, എടാ നിൻ്റെ മറ്റേ അഴീക്കോട് പാലം എന്തായി എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ മരിച്ചു പോയിട്ടുള്ള നമ്പൂരി മുഹമ്മദ് എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. അങ്ങനെ സീനിയറായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉള്ള ഒരു MN രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ ആളുകളും ചോദിക്കും എന്തായി. അങ്ങനെ എന്തായെന്ന് ചോദിക്കുന്നതും വലിയ ഓർമ്മപ്പെടുത്തലാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ അത് വീണ്ടും വീണ്ടും ചെയ്യും. അപ്പോൾ അതനുസരിച്ച് നല്ല പരിശ്രമം, ഞാൻ പറഞ്ഞില്ലേ, നിരവധിയായിട്ടുള്ള യോഗങ്ങൾ ഇത് സംബന്ധിച്ച് ചേർന്നിട്ടുണ്ട്. ധനകാര്യമന്ത്രി നേതൃത്വത്തിൽ, ഫിഷറീസ് മന്ത്രി നേതൃത്വത്തിൽ, കളക്ടർമാരുടെ നേതൃത്വത്തിൽ, അങ്ങനെ നന്നായി ആ ശ്രമങ്ങൾ നന്നായി നമ്മൾ വിജയിക്കാനാണ് കണ്ടത്. അതുകൊണ്ടാണ് നമുക്കത് നടത്താൻ പറ്റിയത്. അതിലൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്, കിഫ്ബി വന്നതോടുകൂടി സംഖ്യ തരാനും പറ്റി. 100-200 കോടി രൂപ തരാനൊന്നും എളുപ്പമല്ലല്ലോ, ഒരു സർക്കാരൊന്നും പെട്ടെന്ന് അങ്ങനെ നീക്കാൻ പറ്റുമല്ലോ. അതും കിട്ടി. പലവട്ടം പല സ്ഥലത്തിൽ വെച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഉപേക്ഷിക്കുക, പറ്റൂല, നടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് പോന്നിട്ടുണ്ട്. പക്ഷെ ഞാനത് തളർന്നില്ല, വീണ്ടും പിന്നാലെ ചെല്ലും, വീണ്ടും പറയും, വീണ്ടും സബ്മിഷനായിട്ട് നിയമസഭ വരും, അവർ ചെന്ന് കണ്ട് വീണ്ടും ഇതിൻ്റെ ബോധ്യപ്പെടുത്തി, അങ്ങനെയായിട്ട് നമ്മളിപ്പോൾ ഇത്രയും വരെ എത്തി. ഒരു 4-5 മാസത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കാൻ പറ്റും. അത് നമ്മുടെ അഴീക്കോട് നിന്ന് മുനമ്പത്തേക്ക്, എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ല പോകാൻ കഴിയും. അത് വളരെ സന്തോഷമായിട്ട്. അതല്ല, അവിടുത്തെ മൊത്തമുള്ള ഒരു സാമൂഹ്യ അന്തരീക്ഷം മാറ്റുന്നതിൽ, വികസന പ്രവർത്തനങ്ങൾ മാറ്റുന്നതിനൊക്കെ സഹായിക്കും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ പക്ഷേ പഞ്ചായത്ത് റോഡ്, PWD റോഡ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ MLA എന്ന നിലയിൽ ഉത്തരവാദിത്തമുള്ള റോഡ് ഏതാണ്? അപ്പോൾ ഇത്തരം റോഡുകളുടെ പ്രവർത്തനം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അങ്ങേക്ക്? ഒരർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ജനവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ജനപ്രതിനിധി എന്ന നിലയിൽ കമ്മിറ്റഡാണ്, ചെയ്തുകൊള്ളണം. എന്നാൽ ചില അധികാരങ്ങൾ ഓരോരുത്തർക്ക് പറയുന്നുണ്ട്, ഇങ്ങനെ ഇവർ ചെയ്യുന്നതാണ് അതിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് MLA സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ചെയ്യേണ്ടതെന്ന് പറയുന്നത് PWD റോഡാണ്. ഇവിടെയുള്ള രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് ടിപ്പു സുൽത്താൻ റോഡുണ്ട്, PWD നല്ല കിലോമീറ്റർ ദൂരമുള്ളതാണ്. ഇവിടെ ആണെങ്കിൽ ചാമക്കാല അഴീക്കോട് റോഡ് വല്ല നീട്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം 15 കിലോമീറ്റർ 15.5 കിലോമീറ്റർ വരും കേട്ടോ, ഏകദേശം അത്രയും ദൂരമുള്ളതാണ്. 2 റോഡുകൾ അങ്ങോട്ട് വന്നു. അതിൻ്റെ സൈഡിലായിട്ട് നാഷണൽ ഹൈവേ വരുന്നു.
ഈ എണ്ണം തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുണ്ട് PWD. എത്ര റോഡാണെന്ന് അറിയോ? നമ്മുടെ അറ്റം പുത്തമ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, പുത്തമ്പള്ളി മുനക്കൽ എന്ന് പറയുന്ന അപ്പുറത്തേക്ക്. അതുപോലെ തന്നെ നമുക്ക് തൊട്ട് അടുത്തുള്ള പേബസാർ, അത് കഴിഞ്ഞ് റിയാഡ് ചന്തപ്പുര റോഡ് വരുന്നു, കാര കോതറമ്പ് റോഡ് വരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എസ്സംപുരം മറ്റേ വാഴൂർ അമ്പലത്തിൻ്റെ റോഡ് വരുന്നു. ഇങ്ങനെ പാരല് കട്ട് ചെയ്യുന്ന ഒരുപാട് PWD റോഡുകളുണ്ട്. എല്ലാ PWD റോഡും BMBC ആയി. അതൊരു വലിയ വിജയമാണ്. ഇപ്പോൾ 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത്തിരീശൊക്കെ ഒന്ന് ഇതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ചുള്ള പണം ഇപ്പോൾ വെച്ച് ഞാൻ ഇപ്പം അത് പണിയാണ്. ഇപ്പോൾ 1 മാസം 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും പണി. ഇപ്പോഴൊരു കുഴപ്പമൊന്നുമില്ല റോഡിന്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ അടുത്ത ഘട്ടത്തിലേക്കുള്ള പണം കൂടെ വന്നു ആണ്. ഇപ്പോൾ ശ്രീനാരായണ റോഡിന് 2,36,00,000 വന്നിട്ടുള്ളത്. ഈ പെരിഞ്ഞനം VK ഗോപാലൻ ആറാട്ടുവഴി റോഡ് എന്ന് പറയുന്നത് ഏകദേശം 1,86,00,000 വന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ ടെൻഡർ നടപടി എല്ലാമായി. അപ്പോൾ ഇപ്രാവശ്യം ഇപ്പം നിലനിൽക്കുന്നത് മാത്രമല്ല, അടുത്ത് ചെയ്യാനുള്ള സംഖ്യയും ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് നല്ല ഗംഭീരമായിട്ട് നമുക്ക് നടത്താൻ പറ്റിയിട്ടുണ്ട്. ഞാനതാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം PWD കിട്ടിയിട്ട് ബാക്കിയുള്ളത് വളരെ എസെൻഷ്യലാണെന്ന് ഗ്രാമപഞ്ചായത്ത് പറഞ്ഞാൽ ഞങ്ങൾ അപ്പം എന്ത് ചെയ്യുമെന്നറിയോ? ഈ നമ്മുടെ MLA ഫണ്ടിൽ നിന്ന് എന്ത് ചെയ്യും? ഈ സംഖ്യ അനുവദിക്കും. വളരെ നിർണായകമായിട്ടുള്ള റോഡുണ്ടായിരുന്നു. നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ വളരെ വിഷമം പിടിച്ച് പറയുന്ന റോഡുകളല്ലേ. യെസ്. അപ്പോൾ 1, 2, 3 ഇട്ടിട്ട് അവർക്ക് കൊടുക്കും കേട്ടോ. അതിനെന്തിനും എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഒരു രാഷ്ട്രീയം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ 7 പഞ്ചായത്തിൽ 1 പഞ്ചായത്ത് മാത്രമേ അപ്പുറത്ത് നിൽക്കുന്നുള്ളൂ. വേറൊരു ഭരണസമിതി എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ഭരണസമിതി എന്ന് പറയുന്ന ഒരു അർത്ഥമില്ല, എന്നാലും അങ്ങനെ പറയും. പക്ഷെ ഒരാൾക്ക് പോലും അത്തരത്തിൽ കാര്യത്തിൽ ഒരു വിവേചനം ഉണ്ടായി എന്ന് ആക്ഷേപമുണ്ടായില്ല. എന്താ കാര്യം എന്നറിയും? വിഷയം ഞങ്ങൾ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെറിറ്റ് എടുക്കുന്നത്, ഇപ്പോൾ റോഡ് ഏറ്റവും മോശം ഇതാണോ ഇവിടെയാണോ? യെസ്, അതിനാണ് പണം. ആരാണ് ഭരണസമിതി എന്നല്ല, ഇവിടെയാണ് പണം. വിഷയം എന്തായാലും നമ്മുടെ എന്നോട് ജനം ആവശ്യപ്പെട്ട പണി നടത്താൻ അല്ല ഞങ്ങൾ വേണ്ടത്. ജനം ആവശ്യപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ആവശ്യപ്പെട്ടല്ല, ജനം ആവശ്യപ്പെട്ട പണി നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ നന്നായി നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. നിർവഹിക്കപ്പെടുന്നതിലേക്ക് മുമ്പ് എല്ലാ പഞ്ചായത്ത് ഭരണസമിതിയോടും ആ വർക്ക് എനിക്ക് പ്രപ്പോസ് ചെയ്താൽ ആ വർക്ക് പ്രപ്പോസ് ചെയ്യുമ്പോൾ അവർ കൃത്യമായി അവിടെ ചർച്ച ചെയ്തിട്ട് തന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിക്കവാറും പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞ് അവിടുത്തെ മെമ്പർ അറിഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വരിക. അതനുസരിച്ചുള്ള നല്ല പദ്ധതി കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് റോഡുകളൊക്കെ വളരെ കുറച്ച് റോഡുകൾ ഒഴിച്ചാൽ, എൻ്റേതല്ല, പഞ്ചായത്ത് റോഡുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല റോഡുകളായിരിക്കും. PWD റോഡ് എല്ലാം പക്ക റോഡാണ്. കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ മാഷെ, നമ്മുടെ കാർഷിക മേഖലയിൽ തളിർ ഗ്രൂപ്പ് പദ്ധതി മുതൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വരെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ പ്രവർത്തന രീതികളൊന്ന് വിവരിക്കാമോ? നമ്മുടെ മണ്ഡലത്തിൽ ഒരു കാർഷിക സംസ്കാരം ഉണ്ടാക്കണം എന്നുള്ളൊരു ബോധപൂർവ്വം അതിനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുൻഗാമികൾ എന്നുവെച്ചാൽ കുറേ പഴക്കമുള്ളതാണ്. ലിഫ്റ്റ് ഇറിഗേഷൻ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി എന്ന് പറയുന്നത് എടത്തിരുത്തി പഞ്ചായത്തിലാണ്. എടത്തിരുത്തി പഞ്ചായത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റൊരു പഞ്ചായത്തുകൾക്കില്ലാത്ത അത്ര കാർഷിക ഭൂമിയും കാർഷിക വൃത്തി ചെയ്യുന്ന കർഷകരും കർഷക തൊഴിലാളികളുള്ള സ്ഥലമാണ്. ഒരു 10-600 ഏക്കറെങ്കിലും സ്ഥലം ഇപ്പോഴും വയലായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കൊണ്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ആവശ്യമുള്ള സമയത്ത് ഈ വയലിൽ ലഭിക്കുക, പാടത്ത് ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആ പദ്ധതി പൂർത്തീകരിച്ചു. വലിയ പൈസ ചിലവഴിച്ചാണ്ട ഒരു 3.5 കോടി രൂപയുടെ അതിനായി. അപ്പോൾ അത് ഉണ്ടായ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊല്ലം തന്നെ എനിക്കൊന്നും ഒരു കുറേ പുതിയ കൃഷി ഇറക്കിയവർ. നല്ല രസമാണത്. അത് പോയിട്ട് പ്രാവശ്യം അത് വിളവെടുക്കാനും ഇതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ നമ്മളെടുത്തത് രണ്ടാമതൊരു പദ്ധതി എന്ന് പറയുന്നത് എനിക്ക് മുമ്പുണ്ടായിരുന്നു MLA ആണ്. അപ്പോൾ VS സുനിൽകുമാർ, കൃഷി വകുപ്പ് മന്ത്രി, അറിയാലോ. അദ്ദേഹം ഒരു മോഡൽ പ്രോജക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അവിടെ. ഇത് ചിറക്കൽ ചെറുപുഴ പദ്ധതി എന്ന് പറഞ്ഞു. പക്ഷേ ചിറക്കൽ ചെറുപുഴ പദ്ധതി വന്നപ്പോഴും അതിൻ്റെ പിന്നിൽ കേസായിട്ട് പോയി പല പ്രശ്നങ്ങളും. ചിലത് അങ്ങനെയാണ്. നമ്മൾ എത്ര തരത്തിലും നമ്മൾ വിചാരിച്ചാലും ശ്രമിച്ചാലും നടക്കാം. പക്ഷെ അതിന് ഗംഭീരമായിട്ടുള്ള ശ്രമം നടത്തി. അവസാനം അത് പൂർത്തീകരിച്ചിട്ടാണ് പരിപാടിയൊക്കെ കഴിഞ്ഞു, ഉദ്ഘാടനം കഴിഞ്ഞു. അത് അവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തു നിന്നുള്ള KLDC കനാലിൽ നിന്ന് നമ്മുടെ കനോലി കനാൽ, നമ്മുടെ ഇവിടുത്തെ ഉണ്ട്, കനാലി കനാലിൻ്റെ അടിയിൽ കൂടെ, വെള്ളത്തിനടിയിൽ കൂടെ ശുദ്ധജലം കൊണ്ടുവന്നു ഇപ്പുറത്തൊരു കിണറ്റിലേക്ക് പമ്പ് ചെയ്തിട്ട് കിണറ്റിൽ നിന്ന് കനാൽ വഴി ഈ കൃഷിയിടങ്ങളിൽ എത്തിക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 10-600 ഏക്കർ വരുന്ന ഈ അതുപോലെ തന്നെ
നമ്മുടെ തെങ്ങ്, വാഴ, അതുപോലെ പല കൃഷികളുണ്ടല്ലോ. അവർക്കെല്ലാം പ്രയോജനകരമായിട്ടുള്ള ഒരു പഞ്ചായത്ത് പൂർണ്ണമായും കയ്പമംഗലം പഞ്ചായത്ത് ഭാഗികമായി ലഭിക്കുന്ന ഒരു വൻ പദ്ധതിയാണ്. 5 കോടി രൂപയാണ് അതിൻ്റെ അത് വരുന്നത്. അപ്പോൾ അതും നമ്മൾ പൂർത്തീകരിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു വളരെ രസമായിട്ടുള്ളൊരു പദ്ധതിയായിട്ടത് വിലയിരുത്തപ്പെടുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളിൽ ഇങ്ങനൊരു രീതി വളർത്തണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് കുട്ടികൾ ചില സ്ഥലത്ത് മോഡൽ നെൽകൃഷിയുടെ പ്ലോട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ആവശ്യമായിട്ടുള്ള അവിടെ ഉച്ചഭക്ഷണത്തിന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അറിയണ വേണം, വഴുതന വേണം, കുറച്ച് സാധനം ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങൾ അവിടെ മുളക് അവിടെ ഉണ്ടാവും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നടീൽ വസ്തുക്കൾ നമ്മളവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, വിത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സ്കൂളുകളിൽ. അതിനൊരു കമ്മിറ്റി അവിടെയുണ്ട്, PTA MPTA ബന്ധപ്പെട്ട ആളുകളുള്ളൊരു കമ്മിറ്റിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മേൽനോട്ടം കൃഷി ഓഫീസർ കൊടുത്തിട്ടുണ്ട്. അവർക്കിങ്ങനെ ഇത് വരുമ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ സ്കൂളുകളിലും കൃഷി തുടങ്ങിയതൊക്കെ ഇങ്ങനെ കാണിക്കണം. വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ബന്ധപ്പെട്ട അവിടെ കാർഷിക രംഗത്തുള്ള ആളുകളോ അവാർഡ് കിട്ടിയ ആളുകളോ ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരൊക്കെ പോയി ഇത് നോക്കിയും അവർ കൃഷിയൊക്കെ അപ്പോൾ നോക്കുമ്പം കുട്ടികളും ബന്ധപ്പെട്ട ആളുകളും ഇതിൻ്റെയും കൂടെ ഒരു ഇതിലേക്ക് പ്രായോഗികമായിട്ട് വരികയാണ്, ഭാഗമാവുകയാണ്. അത് ഭയങ്കര ഈ നമ്മുടെ കയ്പമംഗലം ഫിഷറി സ്കൂളൊക്കെ ഒരിക്കലും ചീരകൃഷി നടത്തിയിട്ട് 36,000 രൂപ ഒപ്പിച്ച്. 36,000 രൂപ എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ഈ കുട്ടികൾ ഉണ്ടാക്കിയ സ്ഥലത്ത്. അങ്ങനെ അത്തരം രീതിയിൽ അപ്പോൾ അവർ അവിടെ ഉപയോഗിക്കൽ മാത്രമല്ല, അവിടെ ചെയ്യൽ മാത്രമല്ല, പിന്നെ എവിടെ ചെയ്യും. സ്വാഭാവികമായിട്ട് വീട്ടിലും പതുക്കെ എന്തെങ്കിലുമൊക്കെ നടാനോട് തുടങ്ങും. നമ്മുടെ വീട്ടിൽ ചെറിയ സ്ഥലമുള്ളെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ഒരു പ്രയാസമില്ല. 2 കട ചേമ്പോ 2 വാഴയോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞളോ ഇഞ്ചിയോ അല്ലെങ്കിൽ മുളകോ ഒക്കെ ഉണ്ടാക്കാൻ എന്ത് പ്രയാസം. നമ്മുടെ ഒരു താല്പര്യമാണ്, നമ്മുടെ ഒരു വിഷണ പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു കാര്യത്തിൽ നമ്മൾ നിർത്തി. എനിക്ക് തോന്നുന്നു അത് വലുതായി വിജയിച്ച്. അത് ഈ തളർ പദ്ധതി നിന്നപ്പോൾ നമ്മുടെ ഇടവിലങ്ങ് പഞ്ചായത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വൈസ് പ്രസിഡൻ്റായ കക്ഷിയാണ് സന്തോഷ് എന്ന് പറയും. സന്തോഷ് കർഷകനാണ്. സന്തോഷം എന്ത് ചെയ്യും, സന്തോഷ് പറയാം എൻ്റെ വാർഡിൽ ഇത് പൂർണ്ണമായിട്ട് നടത്താമെന്ന് പറഞ്ഞു. ഒരു വാർഡ് ഏറ്റെടുത്ത് ആ വാർഡിൽ ഏറ്റെടുത്തപ്പോൾ 10-25 യൂണിറ്റുകൾ ഉണ്ടാക്കി. ഈ അവിടുത്തെ സ്ത്രീകളൊക്കെ കൂട്ടി വീടുകൾ 19 വീടുകളിലൊക്കെ ഒരുമിച്ചുള്ള ഓരോ കൂട്ടുണ്ടാക്കി. എന്നിട്ട് കൂട്ടുണ്ടാക്കിയിട്ട് ഓരോ വീട്ടിൽ എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് വീട്ടുകാർക്ക് എന്ത് നടീൽ വസ്തുക്കൾ വേണമെന്ന് വെച്ച് അത് സ്പോൺസർഷിപ്പ് വഴി നടീൽ വസ്തുക്കൾ ബാങ്കുകളിൽ നിന്നുള്ള കിട്ടി. അപ്പോൾ എന്നിട്ട് അവസാനം ഞങ്ങൾ മേളയൊക്കെ വെച്ചതിൻ്റെ നടത്തി. അപ്പോൾ വേള തൊട്ടടുത്തൊക്കെ വെച്ചപ്പോൾ അവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ ഒരു ടേബിളിലൊക്കെ വെച്ചപ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എൻ്റെ വിജയം എത്രമാത്രം ഉണ്ടെന്ന്. അപ്പോൾ അത് മാത്രമല്ല, ചില സാധനങ്ങൾ ഇപ്പോൾ കോവല് എല്ലാ സ്ഥലത്തും കൊടുത്തു. കോവലുണ്ടായി ചിലടത്ത് ഭയങ്കരമായിട്ടുണ്ടാകുമ്പോൾ ഇവിടുത്തെ സാധനം അപ്പുറത്തേക്ക് കൊടുക്കുകയാണ്, അവിടെ കൊടുക്കുകയാണ്. പിന്നെ ചില സ്ഥലത്ത് നല്ലോണം പപ്പ അവിടെ ഉണ്ട്, അപ്പോൾ പപ്പങ്ങ ഉണ്ടായി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു സൗഹൃദത്തിൻ്റെയും കൂടെ അന്തരീക്ഷം വരികയാണ്. ഇവിടെയുള്ള കൂടുതലുള്ള സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, മനസ്സിലായില്ലേ? അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു രീതിയും കൂടെ വളർന്നു. നമുക്ക് ആവശ്യമുള്ള നമുക്ക് എടുക്കാം. നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളില്ല, വല്ലോടൊന്നും കൊണ്ടുവരുന്ന വിഷമായിട്ടുള്ള സാധനം നമ്മൾ ഉപയോഗിക്കുന്നില്ല. പിന്നെ കുറച്ച് സമയം നമുക്ക് ഇങ്ങനെ കുടുംബമായിട്ടൊന്ന് സന്തോഷിച്ച് രസിച്ച് നടക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാവണം. അതൊരു മുതിർന്നവർക്കും ഭാഗമുണ്ടാകും. അത് ഒരു ഉണ്ടാക്കാനുള്ള നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് ആളുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. കുട്ടികൾ നന്നാക്കാൻ ഇത് ചെയ്യാൻ എനിക്ക് തോന്നുന്നു അവിടുത്തെ PTA MPTA നമ്മുടെ അവിടുത്തെ അധ്യാപകർ എല്ലാവരും നല്ല സഹായം നൽകിയിട്ടുണ്ട്. കൃഷി ഓഫീസും നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, അവിടെ ഏകദേശം എനിക്കൊരു സ്കൂളിന് 9,000 രൂപ വെച്ചിട്ട് ഈ വെള്ളം നനയ്ക്കാനുള്ള സാധനം, ഓസ്, ഈ ചട്ടി ഒക്കെ സർക്കാർ കൊടുത്തത്. ഏകദേശം 9,000 ഓരോ ക്ലാസ്സിനും, ചെറിയ ക്ലാസ്സിന് പോലും 9,000 രൂപ സ്പെഷ്യൽ സ്കീം ഞങ്ങൾക്ക് തന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ ഇത് വരികയാണ്, അവർക്ക് ഇങ്ങനെ ചെയ്യാനുള്ള ഒരു താല്പര്യമൊക്കെ വരികയാണ്. എനിക്ക് തോന്നുന്നു വികസനം എന്ന് പറയുന്നത് നാട്ടുകാരെയും ആളുകളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ടാകണം എന്നാണ് ഒരു കാഴ്ചപ്പാട്. അല്ലാണ്ട് ഒരു പോസ്റ്റ് ഓഫീസ് പോലെ അവിടുന്ന് ഒരാളോട് കത്തിടും അത് ചെയ്യുന്ന ഒരു സാധനം പോലെ ഇൻവോൾവ്മെന്റ് വേണം. ഇൻവോൾവ്മെന്റ് അതന്നെ, പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുന്ന ആളുകളുടെ പങ്കാളിത്തമുള്ള, അവരും കൂടെ ഒരുമിച്ച് ചേർന്ന് അവരറിയുന്ന രീതിയിലുള്ളൊരു വികസനത്തിന് ഒരു നല്ല ഇതുള്ളൂ. അല്ലാണ്ട് വേറെ കാര്യമില്ല. അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ. പൂർണ്ണമായി വിജയിച്ചെന്നൊന്നും പറയലിൽ ഞാനങ്ങനെ ഒരു ഇതായിട്ട് പറയുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് നന്നായിട്ട്. റിസൾട്ട് അങ്ങനെ ആളുകളുടെ ഇടയിൽ തോന്നിയിട്ടുണ്ട്. അതാണ് എനിക്ക് കാർഷികരെ സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷേ നമ്മുടെ പെരുന്തോട് വലിയതോട് പദ്ധതിയിലേക്ക് വരുമ്പോൾ നിരവധി അംഗീകാരങ്ങൾ നേടിയൊരു പദ്ധതിയാണ്. അതും 1000-ലേറെ പേരുടെ പങ്കാളിത്തം ഉണ്ടായൊരു പദ്ധതിയും കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയുടെ സംഘാടനം എങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ കയ്പമംഗലത്തിൻ്റെ ഈ സെമിനാറുകൾ, പഞ്ചായത്ത് തല സെമിനാറുകൾ, ബ്ലോക്ക് സെമിനാറുകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവിടെ വെള്ളക്കെട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നു. അപ്പോൾ വെള്ളക്കെട്ട് പ്രശ്നം പറയുന്നു. വെള്ളക്കെട്ട് മാത്രമല്ല, അതിനോട് അനുബന്ധിച്ച് കൃഷിനാശം.
മിക്കവാറും ഒരു നല്ല മഴക്കാലം കഴിഞ്ഞാൽ ഉള്ള പപ്പ മുഴുവനും വാഴ മുഴുവനും ഒക്കെ പോകും. അപ്പോൾ ആളുകൾ നന്നായി പരിശ്രമിച്ചൊരു സാധനം മഞ്ഞയും കുറച്ച് കഴിയുമ്പോൾ ഇടിച്ചോളി ചൂടും അങ്ങനെ പോകും. അപ്പോൾ ആളുകളന്നൊരു നിർദ്ദേശം വെച്ചത് ഇത്തരം ഇതൊന്ന് ഉയർത്തിക്കൊണ്ട് നന്നാക്കി കൊണ്ടുവരുന്നൊരു സമയം കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ തോട് സന്ദർശനത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും ഒന്ന് പോയി, എല്ലാ ആളുകളും കേട്ടോ. ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർ, ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ, അവിടുത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമാർ, പഴയ കർഷകർ, ഒരു പഠന പര്യടനം പോലെ ഇതെന്താണ് അതിൻ്റെ സ്ഥിതി. അപ്പം നോക്കുമ്പോൾ ഗുരുതരമായ സ്ഥിതിയാണ്. എന്തെന്നറിയും, ഈ തോട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ തോട് പെരുന്തോട് തന്നെ ഏകദേശം 14.5 കിലോമീറ്റർ ഉണ്ട്. 14.5 കിലോമീറ്റർ. പെരിഞ്ഞനം പഞ്ചായത്ത് തോണിക്കുളത്ത് നിന്ന് ആരംഭിച്ച് അഴീക്കോട് സമാപിക്കുന്ന സാധനം. എല്ലാ വേസ്റ്റും ഉടനെ പണിയാണ്. എല്ലാ വേസ്റ്റും എന്തൊക്കെ വേസ്റ്റ് നാട്ടിലുണ്ടോ അത് മുഴുവൻ ഇതിലിടലാണ്. പിന്നെ അവിടത്തുള്ള കൊമ്പും ചില്ലയും വെട്ടിയും ഒക്കെ കൂടെ വന്നിട്ട് ആകപ്പാടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതുകും ഈച്ചയും ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വേറെ ഉണ്ട് കേട്ടോ, നമ്മൾ പരിശോധിച്ചാൽ. മാത്രമല്ല വെള്ളം ഒഴുകാൻ പറ്റുന്നില്ല. വെള്ളം വർഷക്കാലത്ത് നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒഴുകണ്ടേ, അവിടെ പോകും. അപ്പോൾ നമ്മൾ ആലോചിച്ചതൊന്ന് വൃത്തിയാക്കാനുള്ള പരിപാടി ആലോചിച്ചു. വൃത്തിയാക്കാനുള്ള പരിപാടിയൊക്കെ ആലോചിക്കുമ്പോഴൊക്കെ സാമ്പത്തിക ഒരു വിഷയമാണല്ലോ, അറിയാമല്ലോ ഇതെങ്ങനെ സാധിക്കും എന്നുള്ള വിഷയം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത്, നമ്മളെല്ലാ സ്ഥലത്തും ഈ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ബ്ലോക്ക് തലത്തിൽ ആദ്യം ഉണ്ടാക്കി. ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് അന്ന് അബീദലിക്കാണ് പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡന്റ്. അബീദലിക്ക നല്ല രീതിയിൽ അതിനെ ഇടപെട്ടു. അദ്ദേഹം അതിൻ്റെ ജനറൽ കൺവീനറായി, ഞാനതിൻ്റെ ചെയർമാനായി, പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇതിൻ്റെ താല്പര്യമുള്ള ആളുകളൊക്കെ കൂടി. എനിക്ക് തോന്നുന്നു ആ കമ്മിറ്റി തന്നെ ഏകദേശം 100-200 പേരോളം ഉണ്ടായിരുന്നു ആ കമ്മിറ്റി. ആ കമ്മിറ്റിയിൽ ചില തീരുമാനങ്ങളെടുത്തു. ആ കമ്മിറ്റി തീരുമാനം എടുത്തപ്പോൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള കമ്മിറ്റി അടുത്ത്, ബ്ലോക്ക് എല്ലാം കഴിഞ്ഞിട്ട് പഞ്ചായത്തിലത്തെ കമ്മിറ്റി കഴിഞ്ഞിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ തലത്തിൽ വേറൊരു കമ്മിറ്റി. ആ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവരെ പ്രദേശം എത്രയുണ്ടോ അത് നന്നാക്കാനുള്ള പണിയെടുത്തു. അപ്പോൾ ഇതുള്ളത് ഈ നേരത്തെ പറഞ്ഞ വേസ്റ്റും നമ്മുടെ വൃക്ഷങ്ങൾ വീണതും അതിനോടൊപ്പം തന്നെ ഇതുണ്ട് കൊളവാഴയും ചണ്ടി നിറച്ച്. അതിങ്ങനെ എടുത്തിട്ട് വേണമെങ്കിൽ ഒരാൾക്ക് ചവിട്ടി നിന്നാലും അടിയിലേക്ക് പോകില്ല, അത്രയും തിക്നെസ് കാണും. അപ്പം അത്തരം കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് ഞങ്ങളൊരു മാസമായിട്ടുള്ള സാധനം എടുത്തു. ആ മാസമായിട്ടുള്ള സാധനം എടുത്തപ്പോൾ NSSൻ്റെ എല്ലാവരും അന്ന് വന്നു, മിക്കവാറും ആൾക്കാർ അതിൻ്റെ ഗ്രൂപ്പ് വന്നു. ജനപ്രതിനിധികളെല്ലാവരും അവർ റെഡിയായി വന്നു. പിന്നെ ഈ നമ്മുടെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അവരോട് ബന്ധപ്പെട്ട ആളുകൾ വന്നു. ഇതിനരികെ താമസിക്കുന്ന ആളുകൾ വന്നു. തൊഴിലുറപ്പിൻ്റെ സ്ത്രീകളുടെ ചേച്ചിമാർ അവർ വന്നു. അധ്യാപകരായിട്ടുള്ള ആളുകൾ വന്നു. അതിന് ഈ സമൂഹത്തിൻ്റെ മുഴുവൻ ആളുകൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യണം എന്നുള്ളൊരു രീതി വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനാദ്യം ഇറങ്ങാമെന്ന് പറഞ്ഞു. ഞാനിറങ്ങാന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഒന്ന് ഇതാവണ്ടേ. ഇത് കാരണം വെച്ചാൽ അത്രയും കൊള്ളാത്ത സാധനം ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കണതേ, മനസ്സിലല്ലേ. അപ്പോൾ തുടങ്ങിയതിൻ്റെ ഇതൊരു പ്രശ്നം പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം ഇത് മാറ്റാനുള്ള ഇതായി. അപ്പോൾ ഇത് വന്ന് അങ്ങനെ മാറ്റാനുള്ള ആദ്യത്തെ പരിപാടി. അതിനുശേഷം ഞങ്ങൾ എന്ത് ചെയ്ത്, ഇവിടെ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ ഒരു സ്കീം നടപ്പാക്കാനുള്ള അനുവാദങ്ങൾ ലഭിച്ചു. എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പദ്ധതിക്ക് വേണ്ടി ഇത്രയധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ട വേണ്ട 25,264 തൊഴിൽ ദിനം കേട്ടോ. 25,000 അത്രയും തൊഴിൽ ദിനങ്ങൾ ഇതിനുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടു. ആ സൃഷ്ടിക്കപ്പെട്ടു അത് മാത്രമല്ല, ഇത് മാറ്റൽ മാത്രമല്ല, മാറ്റിയത് വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിടണം. 2, ഇതിൻ്റെ അടിയിലുള്ള കുറേ കാലങ്ങളായിട്ട് ചെളി മുഴുവൻ എടുക്കണം. അപ്പോൾ ഓരോ സ്ഥലത്ത് കെട്ടുവെച്ചിട്ട് ചെളി എടുക്കാൻ തുടങ്ങി. അപ്പോൾ ചെളി എടുക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10-14 കിലോമീറ്ററുള്ളൊരു പാത്രം സൃഷ്ടിക്കും, വെള്ളം നന്നായി ഇത് ചെയ്യാനുള്ള അത് ഒഴുകാനുള്ള സംവിധാനമായി. അത് മാത്രം തൊട്ട് സൈഡിലുള്ള നല്ല ഫർട്ടൈലായിട്ടുള്ള മണ്ണാണ്, നല്ല ഫലഭൂഷ്ടമാണ്. അവിടെ ചെറിയ കൃഷികൾ ഞങ്ങൾ തുടങ്ങി. കൂർക്ക ചെയ്തവരുണ്ട്, കപ്പലണ്ടി ചെയ്തവരുണ്ട്, ചില പുതിയ മാവുകൾ വെച്ചവരുണ്ട്, അങ്ങനെ പലതും അങ്ങനെ തുടങ്ങി. അവരവരുടെ സ്ഥലത്ത് അവർക്ക് ചെയ്യാമല്ലോ. അതും ഒരു കേന്ദ്രം. രാമച്ചം വെച്ചവരുണ്ട്, അങ്ങനെ പലതും ചെയ്തു. അപ്പോൾ അത് ചെയ്തു. പിന്നെ ചില സ്ഥലത്ത് താറാവ് കൃഷി തുടങ്ങിയതിൻ്റെ ഉള്ളിൽ. താറാവ് കൃഷി എന്ന് പറഞ്ഞാൽ അവരെ തോടിൻ്റെ വക്കത്ത് ഇങ്ങനെയുള്ള ചെറിയ വല കെട്ടി, പടിഞ്ഞാറുന്ന് വല കിട്ടും, പഴയ വല ഒന്ന് കിട്ടിയത് അങ്ങനെ വല കിട്ടും. അതിന് മുഹമ്മദൊക്കെ റിയാഡ് ചെയ്ത ഇതിന് 500 താറാവിനാണ് ഞങ്ങൾ കൊടുത്തത്. 500 താറാവിന് കൊടുത്തിട്ട് ഏകദേശം 290 അത്രയൊക്കെ 300 മുട്ട കിട്ടിയ ദിവസമുണ്ട് ഒരു ദിവസം. എന്നാലോചിച്ച് 296-300 മുട്ട ഒരു ദിവസം കിട്ടിയാൽ ആ വീട്ടിലുണ്ടാവുന്നത് വലിയ കാര്യമായിട്ടൊരു പണി എടുത്തിട്ടില്ല, വേറെ ഒന്നും ചെയ്തിട്ടില്ല, കുറച്ച് ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ എന്നാൽ പോലും വെറുതെ അങ്ങനെ വലിയ പണിയെടുക്കാണ്ട് പോലും പൈസ കിട്ടുന്ന നിലവാരത്തിരുന്നു. അവിടെയാണ് നേരത്തെ പറഞ്ഞ കൊഞ്ചും ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇറക്കിയത്.
അവിടെ ആളുകൾക്ക് അത്യാവശ്യം ഒരു കാലഘട്ടം കഴിഞ്ഞാൽ മീൻ പിടിക്കാനുള്ള സൗകര്യം നമുക്ക് അങ്ങനെ കിട്ടി. അങ്ങനെ ഒരു വളരെ ഇതായിട്ടുള്ള അത് വളരെ ശ്രദ്ധയായിട്ടുള്ള പരിപാടിയായിട്ട് മാറി. എനിക്ക് തോന്നുന്നു അന്ന് ഡോക്ടർ തോമസ് ഐസക് ധനകാര്യ വകുപ്പ് മന്ത്രി വന്നു, അന്ന് KT ജലീൽ വന്നു, അന്നത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടുള്ള മൊയ്തീൻ AC മൊയ്തീൻ അന്ന് അദ്ദേഹം വന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ, വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ, നമ്മുടെ ഹരിത കേരള മിഷൻ്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇത് സന്ദർശിച്ച് അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പെട്ടെന്ന് ഇപ്പോൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടല്ലേ, ഇപ്പോൾ ഞങ്ങൾ വൃത്തിയാക്കി തുടങ്ങുള്ളൂ. ഇപ്പോൾ നിറച്ച് കുളവാഴയും ചണ്ടി നിൽക്കുകയാണ് ഈ സമയത്ത്. അത് ഒരു കൊല്ലത്തിൽ 2 പ്രാവശ്യമെങ്കിലും വൃത്തിയാക്കണം. പക്ഷേ ഒരു പ്രശ്നം ഞങ്ങൾക്ക് വളരെ ബുദ്ധിയായി. നേരത്തെ ഈ വെള്ളം ഇതിന് ഒഴുകാൻ പറ്റാണ്ട് കരയിലേക്ക് കവിഞ്ഞതിന് പകരം തൊട്ടടുത്ത വീടുകൾക്ക് താമസിക്കാൻ പറ്റാത്തതിന് പകരം വെള്ളം നന്നായി ഒഴുകുന്ന ഒരു ഇത്, അപ്പോൾ അത് നന്നായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പരിപാടികൾ കൃഷിയും മറ്റവർക്കൊക്കെ സഹായിക്കാൻ പറ്റും. എനിക്കൊന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞൊരിക്കൽ ഇങ്ങനെ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന പെരുന്തോട് വലിയ തോട് പദ്ധതി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മുടെ വാട്ടർ ലെവൽ താഴെയാണ്, ഡേഞ്ചർ സോണിൽ നിൽക്കുന്ന സ്ഥലമാണ് എൻ്റെ പ്രദേശം, കയ്പമംഗലം കൊടുങ്ങല്ലൂരൊക്കെ. അപ്പോൾ ഇവിടെ വെള്ളം കെട്ടിയിരിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുളത്തിൽ, അതിനനുസരിച്ച് കിണറ്റിൽ ആ പ്രദേശത്ത് ഭൂഗർഭജലത്തിൻ്റെ ഇതിന് ഉയർന്നു വരാനുള്ള സഹായമായിട്ടുണ്ട്. ഈ തോടിന് 14.5 കിലോമീറ്ററാണെന്ന് ഓർക്കണോട്ടത്. അപ്പോൾ അതിനൊരു സഹായമാണ്. അതൊരു ഗംഭീര പരിപാടിയാണ്. അതൊരു ജനപങ്കാളിത്തമുള്ള, എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള, സകല ആൾക്കാരും ഒരുമിച്ച് ചേർന്നിട്ടുള്ള, വിദ്യാർത്ഥികളായിട്ടുള്ള ആൾക്കാർ ചേർന്നിട്ടുള്ള വലിയ പദ്ധതിയാണ്. അത് ഒരു ഗംഭീരമായിട്ടുള്ള ടച്ചിങ് ആയിട്ടുള്ള പദ്ധതിയാണ് നമ്മുടെ സംബന്ധിച്ച്. പിന്നെ മാഷെ, നമ്മുടെ അഴീക്കോട് ബീച്ച് ഫെസ്റ്റ് കുട്ടികൾ മുതൽ വൃദ്ധർ വരെ ഒരുപോലെ ആസ്വദിച്ച ഒരു കാര്യമാണ്. അതും ഒരു ദിവസം 1 ലക്ഷത്തിലേറെ ആൾക്കാർ, 1 ലക്ഷത്തിലടുക്കിയ ആൾക്കാർ വന്ന് കണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു അത് സംഘടിപ്പിക്കാനായിട്ട്, എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയായിരുന്നു എൻ്റെ സംഘടന? ഇതിൽ നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മുടെ ജീവിതത്തിൽ പലതരം ടെൻഷനുള്ള ആളുകൾക്ക് ടെൻഷൻ ഒഴിവാക്കുന്നു. അത് കണ്ടാൽ ടെൻഷൻ പകുതി ഒഴിവാകുന്നുണ്ട് തോന്നുന്നു. അതിനനുസരിച്ച് കടലെത്തിയെടുത്ത് വരിക, കുട്ടികളെല്ലാവരും ആയിട്ട് വരിക, അവർ ഫാമിലി ഒരുമിച്ച് വരിക, അവർ ഭക്ഷണമൊക്കെ കൊണ്ടുവരിക. അവിടെ ഗേറ്റിലൊന്നും ഫീസൊന്നുമില്ല കേട്ടോ, എൻട്രി ഫീസൊന്നുമില്ലാത്ത ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. ഒരു 60 ഏക്കർ സ്ഥലം ഉണ്ടെന്ന് അറിയാലോ, അത്രയും വിപുലമായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ കാറ്റാടിയും ഇരിക്കാനും ഒക്കെ ആയിട്ടുള്ള സംവിധാനമാണ്. അപ്പോൾ അവിടെ നമ്മൾ ഒരു ബീച്ച് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ളത് എല്ലാവർക്കും വരാനും ആസ്വദിക്കാനും കഴിയും സൃഷ്ടിക്കലാണ്. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ള മെച്ചം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെസ്റ്റിന് വലിയ പിന്തുണയാണ് ആളുകളിൽ നിന്ന്. അത് വെച്ചിട്ടുണ്ടെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം ഒന്നും കൂടെ ആ പദം ഉപയോഗിക്കുകയാണ്. അതിലൊരു പാർട്ടിയുമില്ല, എല്ലാവരും ഒരുമിച്ച് വരും, ഒരുമിച്ച് ഓരോ സംഘടന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. കുറേ ആൾക്കാർ അവിടുത്തെ പരിപാടികളെ സംബന്ധിച്ച് സ്റ്റേജ് ലൈറ്റ് ഒരാൾക്കാരായിരിക്കും, അവിടുത്തെ ഭക്ഷണം സംബന്ധിച്ചുള്ള ആളുകളാണ്, അവിടെ സ്റ്റേജ് സ്റ്റാള് സംബന്ധിച്ച് വേറെ ആയിരിക്കും. അങ്ങനെ ഓരോ പരിപാടിയും വേറെ ആളുകൾ ഏറ്റെടുക്കും. അവർ ഏറ്റെടുക്കുന്നവർക്കൊക്കെ നല്ല വാശിയാണ്, നന്നായിട്ട് നടത്തും. ഇപ്പോൾ ഡാവിഞ്ചി സുരേഷിനെ പോലെയുള്ള മിടുക്കരായിട്ടുള്ള പ്രതിഭകളായിട്ടുള്ള ആളുകളുടെ നല്ല വെറൈറ്റി ഉള്ള പരിപാടികൾ വേറെ നടക്കും. അപ്പോൾ ഒരു മെയിൻ സ്റ്റേജിൽ വലിയ പരിപാടി നടക്കുന്നതോടൊപ്പം തന്നെ വളരെ കൾച്ചറലായിട്ടുള്ള വലിയ മൂല്യമുള്ള പരിപാടികൾ ഇപ്പുറത്ത് നടക്കുന്നുണ്ട്, കുറച്ച് സീരിയസ് ആയിട്ടുള്ള പരിപാടി അപ്പുറത്തുമായിട്ട് പരിപാടി. അപ്പോൾ അത് ഏത് തരത്തിലുള്ള ആളുകൾ വന്നാലും അവർക്ക് ആസ്വദിക്കാൻ പറ്റിയ സാധനം ഇവിടെ ഉള്ളതുണ്ട്. അപ്പോൾ ഈ ആളുകളുടെ എല്ലാവരുടെയും പിന്തുണ, പ്രത്യേകിച്ച് റിയാട് ഗ്രാമപഞ്ചായത്ത് ഇപ്രാവശ്യം 2 പ്രാവശ്യം നടത്തിയപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ KP രാജൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ വലിയ സപ്പോർട്ട്. അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നുന്നു പഞ്ചായത്ത് സെക്രട്ടറി ആണെന്ന് ആരും പറയൂല, എന്ന് വെച്ചാൽ അവരൊരു പഞ്ചായത്ത് മെമ്പറെ പോലെ വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള സെക്രട്ടറി. അപ്പോൾ അതുപോലെ അപ്പോൾ അവരൊക്കെയുള്ള പിന്തുണ വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ അവരുടെ കോർഡിനേഷൻ അത് വരുന്നു, ഈ നല്ല വെറൈറ്റി ഉള്ള പരിപാടി വരുന്നു. ചിലർക്ക് ഭക്ഷണമാണ് താല്പര്യമെങ്കിൽ ആവശ്യമുള്ള ഭക്ഷണമൊക്കെ ഇവിടെയുണ്ട്, പ്രത്യേകം തരത്തിലുള്ള ഭക്ഷണമുണ്ട്. ഇനി വേറെ എൻ്റർടൈൻമെൻറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ഉണ്ട്. ഇപ്പോൾ ഊഞ്ഞാൽ, പലതരത്തിലുള്ള അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ആളുകൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ ആളുകൾക്ക് എന്താണ് സ്വാഭാവികമായിട്ട് ഒഴുകുകയാണ്. ഞങ്ങൾക്കുള്ള പ്രശ്നം എപ്പോഴും എല്ലാ റോഡും ബ്ലോക്കാവും, സകല റോഡും ബ്ലോക്കാവും. ആ റോഡ് ബ്ലോക്കാതെ ഇരിക്കാനുള്ള പുതിയ വഴികളൊക്കെ ഞങ്ങൾ തേടിയിട്ടുണ്ട്. അതനുസരിച്ചുള്ള പുതിയ പാതകളൊക്കെ വന്നു. എന്നാൽ പാതകളൊക്കെ വന്നാലും അതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്ന് നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് വിഷയം. അപ്പോൾ അത് പിന്നെ തന്നെയല്ല, നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു പോലീസിൻ്റെ ഭാഗത്തുനിന്നും വലിയ രീതിയിൽ, പക്ഷേ പോലീസ് ഒരിക്കലും വേറെ രീതിയിൽ ഇടപെടേണ്ടി വന്നിട്ടില്ല. ഒരു ഫോഴ്സ് ജനങ്ങളതിൻ്റെ ഡിസിപ്ലിനൊക്കെ നന്നായിട്ടുണ്ട്. അത് പക്ഷേ പോലീസ് ഫോഴ്സും നന്നായി അവിടെ വരും, വളണ്ടിയേഴ്സായിട്ടുള്ള നന്നായിട്ട് വരും, ജനപ്രതിനിധികളായിട്ടുള്ള ആൾക്കാർ, നാട്ടുകാർ
അതും വളരെ പ്രധാനമായിട്ട് പറയണം. എന്ന് വെച്ചാൽ നാട്ടുകാർക്കുള്ള പ്രശ്നം എന്ന് അറിയുമ്പോൾ നാട്ടുകാർക്ക് ഒരു കുറച്ച് സ്പേസ് ഉള്ളെങ്കിൽ പോലും അവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്താൽ ഒരു ഫീസ് ചിലപ്പോൾ അവർ കഴിയും. പിന്നെ കൊച്ചു കൊച്ചു സാധനങ്ങൾ അവരുണ്ടാക്കും. അവർ തന്നെ കാപ്പി ചായ മറ്റേത് മറിച്ചതൊക്കെ പറഞ്ഞ് സാധനം ഉണ്ടാകും. അപ്പോൾ നല്ല വരുമാനം അവർക്ക് കിട്ടണം. പല പ്രദേശത്തും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് അവർക്കൊരു പ്രശ്നം. പണ്ടുണ്ടായിരുന്ന പ്രശ്നമൊക്കെ എങ്ങനെയാണ്, അവർക്കൊന്നുമില്ല. കുറേ ആളുകൾ വരും, അവരിങ്ങനെ ബന്ദികളായിട്ടുള്ള പോലെ നിൽക്കുക, അവർക്കൊരു കാര്യമില്ല എന്നുള്ള പറ്റില്ല. ഇപ്പം അതല്ല, ആളുകൾ വന്നാൽ ഞങ്ങൾക്ക് കൂടെ കാര്യമുണ്ട്. നാടിൻ്റെ എൻ്റെ വീടിൻ്റെ ഒക്കെ ഉള്ള കാര്യത്തിൽ താല്പര്യമുണ്ടെന്ന് പറയുന്ന രീതിയിലായി. അപ്പോൾ ആൾക്കാർ മൊത്തം ഉത്സവമായിട്ട് മാറി. ഇപ്പോഴെന്നെ ഇനി കുറേ കാര്യങ്ങളൊക്കെ വരാവുന്ന രീതിയിലുള്ള പദ്ധതികളൊക്കെ അവിടെ ആയിട്ടുണ്ട്. വരും കാലങ്ങളിൽ ഒരു 5-6 മാസത്തിനുള്ളിൽ അവിടെ താമസ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരികയാണ്. ഇപ്പോൾ ഉള്ള പാർക്ക് നല്ലവണ്ണം വിപുലീകരിക്കുകയാണ്, അതിൻ്റെ വരികയാണ്. നമ്മുടെ ആ കടലിൻ്റെ തീരം ചീനവലയുള്ള ഭാഗം മുഴുവനും ആളുകൾ ഇരിക്കാൻ പറ്റുള്ള പാതകൾ വരികയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള എനിക്കൊന്ന് പാസ്സായിട്ടുള്ള അതിൻ്റെ ടെൻഡർ പ്രോസസ്സിലേക്ക് കിടക്കുകയാണ്. ഏകദേശം 7 കോടി രൂപ അതിനായിട്ട് ഇപ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ടു വന്നു. പിന്നെ നമുക്കറിയേണ്ടത് ബ്ലൂ ഫ്ലാഗ് എന്ന് പറയുന്ന പദ്ധതി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകും. ബ്ലൂ ഫ്ലാഗ് കിട്ടുന്നത് അത് ഒരു ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ അതുപോലെ കേന്ദ്രങ്ങൾ കിട്ടുന്ന ബ്ലൂ ഫ്ലാഗിൻ്റെ എൻ്റെ 85% കഴിഞ്ഞു. അവർ 3-5 പ്രാവശ്യം വിസിറ്റ് ചെയ്തത് വെള്ളം പോലും അവർ പരിശോധിക്കും. ഓരോ പ്രദേശത്തെ വെള്ളം, അതിൻ്റെ അത് അവിടുത്തെ നീറ്റ്നെസ് മറ്റെല്ലാം പരിശോധിക്കും. അങ്ങനെ ബ്ലൂ ഫ്ലാഗിലേക്ക് റെക്കമെൻഡ് ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പോൾ അത് വന്നാൽ നല്ലവണ്ണം തൊഴിൽ കിട്ടുന്ന, ആഹ്ലാദിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായിട്ട് നമ്മുടെ മുനക്കൽ മുസിരിസ് ഡോൾഫിൻ ബീച്ച് മാറും. അത് ആളുകൾക്ക് ഇങ്ങനെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ മാഷ് ഇപ്പോൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒത്തിരി വികസന പ്രവർത്തനങ്ങൾ, എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും പ്രവർത്തനങ്ങൾ മാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഏത് പദ്ധതിയാണ് കുറേ കൂടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത്, ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ പ്രവർത്തനം ഏതായിരുന്നു? 4-5 കൊല്ലങ്ങൾ മുമ്പ് എടത്തിരുത്തിയിൽ എന്നെ കുറച്ച് ആളുകൾ വിളിച്ചിട്ട് പറഞ്ഞത്, ഒരു റോഡിൻ്റെ അപ്പുറത്ത് നാട്ടിക പഞ്ചായത്താണ്, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസി അല്ല അപ്പുറത്തെ പഞ്ചായത്ത്, ഇപ്പുറത്തെ പഞ്ചായത്ത് എടത്തിരുത്തി. അപ്പോൾ അപ്പുറം നാട്ടിക പഞ്ചായത്തിൽ നിന്ന് കുറേ ആളുകൾ എടത്തിരുത്തിയിൽ വന്ന് അവരെവിടെയാണെന്നൊന്നും അറിഞ്ഞുകൂടാ കുറേ ആളുകൾ. പക്ഷെ അവർ ഭയങ്കരമായിട്ട് വെള്ളം അടിക്കുന്നവരാണ്, പിന്നെ ഒട്ടും വൃത്തിയില്ലാത്തവരാണ്, പിന്നെ മുറുക്കി തുപ്പിയൊക്കെ നടക്കുന്നതാണ്, ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നവരാണ്, താമസിക്കാൻ സ്ഥലമില്ലാത്തവരാണ്, അങ്ങനെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ ആളുകളൊന്ന് പോലീസിൻ്റെ സംവിധാനം ഉപയോഗിച്ചിട്ട് ഇവിടുന്ന് അങ്ങടാക്കണം, എവിടുന്ന് വന്നോടത്തേക്ക് തന്നെ ആക്കണം. ഇതാണ് വിഷയം. അപ്പോൾ ഞാൻ പോയി. ഞാൻ അങ്ങനെ പോലീസിനോടൊന്നും വിളിച്ചു പറഞ്ഞില്ല. ഞാൻ ആദ്യം ഒന്ന് പോയി ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ പോയി. അവിടെ പോയപ്പോൾ ഒരു കള്ള് ഷാപ്പുണ്ട്. അവിടെ കുറേ ആൾക്കാർ കള്ള് ഷാപ്പിലുണ്ട്, കുറേ ആൾക്ക് കള്ള് ഷാപ്പിൻ്റെ പിന്നിലുള്ളൊരു കുളമുണ്ട്, ആ കുളത്തിൻ്റെ സൈഡിലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു നീല ഇത് കെട്ടിയിട്ടുണ്ട്, അവർ ഷീറ്റ് കെട്ടിയിട്ടുണ്ട്, ഷീറ്റിൻ്റെ അടിയിൽ നിൽക്കണം. അപ്പോൾ ഞാൻ വന്നപ്പോൾ തന്നെ ഒരമ്മ, ഇത് രാധമ്മ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചാരെന്നൊക്കെ പറയാം, MLA ആണ്, കാറിൻ്റെ ബോർഡൊക്കെ ഉണ്ടോ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് ചോദിച്ചിട്ട് പറഞ്ഞ്, സാറ് ഇന്നലെ ഭയങ്കരമായിട്ട് മഴ പെയ്ത്, ഒരു തമിഴും ഒക്കെ ചൊവയുണ്ട് ഇപ്പോഴും വർത്താനത്തിൽ. അവർ മഴ പെയ്ത് ഭയങ്കര പ്രശ്നം അങ്ങനെയാണ്. അപ്പോൾ അവരെ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് കുട്ടികളതിൻ്റെ ഇടത്തിൽ ഞങ്ങൾ രാത്രിയായപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അവിടെ കെടുത്തിയിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചെന്നതിൻ്റെ തലേ ദിവസം 2 കുട്ടികളവിടെ മരിച്ചിരുന്നു, കൊച്ചുകുട്ടികൾ മരിച്ചുപോയി. മരിച്ചുപോയാൽ കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി മഴ പെയ്യും ഉള്ളുമൊക്കെ ചെയ്യേണ്ട ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ അവരെ സംസ്കാരം അതൊക്കെ നടത്തിയിട്ട് അതിലൊരു വിഷമമൊക്കെ ആയിട്ട് നിൽക്കണവർ. അപ്പോൾ എനിക്ക് ഇവരെ മാറ്റണം എന്നുള്ള കാര്യം പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എത്ര നാളെ ഇവിടെ വന്നിട്ട്? അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, ഏകദേശം ഒരു 10-56. ഞങ്ങൾക്ക് ഓർമ്മയുള്ളപ്പോൾ ഞങ്ങൾ ഇവിടെയാണ്, ഞങ്ങൾക്ക് അറിവിടെ, ഞങ്ങൾ ജനിച്ചത് ഇവിടെയാണ്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ച്, അങ്ങനെ ഇവരെ ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് നാട്ടികക്ക് അങ്ങോട്ട് തള്ളലല്ല എൻ്റെ കാര്യം, ഒരു ജനപ്രതിനിധി എന്നുള്ളതല്ല എൻ്റെ കാര്യം, ഇവരെങ്ങനെ സംരക്ഷിക്കാൻ പറ്റുമെന്നാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ ആദ്യമായിട്ട് ചിന്തിക്കരുത്, അങ്ങനെ അവരെ സംരക്ഷിക്കാൻ പറ്റുമോ. എന്നാലും എനിക്കറിയാം, എല്ലാ പ്രദേശത്തും ഇങ്ങനെ നാടോടികൾ, ആമനത്തിരികൾ, പല പേരുകൾ നടക്കുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇങ്ങനെ പറയും. അപ്പോൾ ഇവിടെ സംരക്ഷിച്ചാൽ മാത്രം കൊണ്ട് ഇതാവില്ല എന്ന് എനിക്കറിയാം. എൻ്റെ ഒരു ആഗ്രഹം, എല്ലാ സ്ഥലത്തെ MLA മാരോ ബന്ധപ്പെട്ട ജനപ്രതിനിധികളോ ഇവരെ കാര്യം ഏറ്റെടുക്കണം. മനുഷ്യരല്ലേ ഇവർ. അതുകൊണ്ട് നമുക്ക് തോന്നി അങ്ങനെ ഒരു ഏറ്റെടുക്കുന്ന ഒരു പ്രോജക്റ്റിൻ്റെ ആദ്യ ഭാഗമായിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ജില്ലാ കളക്ടർ അടങ്ങുന്ന ഒരു കമ്മിറ്റി വിളിച്ചു. അവിടെ ഇടത്തിരുത്തി കളക്ടർ വന്നു, ജില്ലാ പട്ടികജാതി ഓഫീസർ വന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഇവിടുത്തെ മെമ്പർമാർ, അവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, എല്ലാവരും കൂടി ഒരു യോഗം അവിടെ കൂടി. യോഗം കൂടിയപ്പോൾ ആദ്യം ഏറ്റവും പ്രസംഗിച്ചത് ഇവരെ ഒഴിവാക്കാനും ഇവരെ പ്രയാസം പറയാനുമാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഞാൻ പക്ഷേ പ്രയാസം ഒന്നുമല്ല പറഞ്ഞു, ഞാൻ ഇവരെ സംരക്ഷിക്കണം എന്നാണ്. ആ ചേച്ചി പറഞ്ഞത്, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഇത്രയും കൊല്ലം ജീവിച്ച് 56 കൊല്ലം ജീവിച്ചാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു രേഖ താ സാറേ, ഒരു രേഖ താ. അല്ലാണ്ട് അവർക്ക് ഭക്ഷണം വേണമെന്നോ മറ്റത് വേണമെന്നോ ഒന്നുമല്ല പറഞ്ഞത്, എനിക്ക് ഇതൊന്ന് തരാൻ സംഘടിപ്പിക്കാൻ പറ്റുമെന്നാണ്.
അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം. അവിടെ തുടങ്ങി അന്ന് ഞാൻ ഈ മീറ്റിംഗ് പറഞ്ഞു, ഇതാണ് പ്രശ്നം, ഈ പ്രശ്നം പരിഹരിച്ചിട്ട് ഇവരെ സാധാരണ മനുഷ്യരാക്കി കൊണ്ടുവരാൻ എന്ത് കഴിയുമെന്ന് നമുക്ക് നോക്കണം എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ആദ്യത്തെ അജണ്ട. അപ്പോൾ ഇവരെ ചിത്രമൊക്കെ മാറി, ഇവർ വിചാരിച്ച സാധനമൊന്നുമല്ല ഞാൻ പറയുന്നത്. അങ്ങനെ തുടങ്ങി അവിടെ ഇരുന്ന് നമ്മൾ ഓരോ കാര്യം. അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മുടി നീണ്ട ആൾക്കാരുണ്ട്. അപ്പോൾ മുടി വെട്ടാനുള്ള സാധനം, ഏറ്റവും മോശമായിട്ടുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന വസ്ത്രം നമ്മുടെ തൃപ്പയാർന്ന് നമ്മൾ പിന്നെ വരുത്തി അവർ കൊടുത്തു, അവർക്കുള്ള സാധനം, നല്ലോണം ബ്രഷ് ചെയ്യാനും അതിനുള്ള സാധനം, അവർക്കൊരു വീട്ടിൽ കഴിയണം. ഇനി തോടിൻ്റെ പക്കത്ത് ഷീറ്റിൻ്റെ അടിയിലല്ല, നിങ്ങൾക്ക് വേറെ വീട്, അത് സംബന്ധിച്ചുള്ളൊരു സംവിധാനം. അങ്ങനെ എല്ലാം ഇങ്ങനെ ഞങ്ങൾ ഇത് ചെയ്ത് ഇവരെ നിരീക്ഷിക്കാൻ. ഇവരെങ്ങനെയാണെന്ന് അറിഞ്ഞൂടല്ലോ നമുക്ക്, ഇനി വേറെ വല്ല കുഴപ്പമുണ്ടോ ഇല്ലയോ അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതിനുള്ള സംവിധാനം, പോലീസിൻ്റെ നിരീക്ഷണത്തിനുള്ള സംവിധാനം, അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ ആളുകളൊക്കെ തുടങ്ങിയാണ്. അപ്പോൾ അവർക്ക് ആദ്യം നമ്മൾ ചെയ്തൊരു കാര്യം, അവരെ ഐഡൻറ്റിറ്റി എന്താക്കുക അവർ വേണമെന്നുള്ളത്. അതിനാണ് നമ്മൾ ഒരു ആധാർ കാർഡ് റെഡിയാക്കി, അവരുടെ ID കാർഡ് നമ്മൾ റെഡിയാക്കി, ബാങ്കിൽ അക്കൗണ്ട് അവർക്ക് ആരംഭിച്ചു. അപ്പോൾ അത് ID കാർഡ് എടുക്കാൻ, ആധാർ കാർഡ് എടുക്കാൻ, അതിൻ്റെ ഫോട്ടോ എടുക്കാൻ, അവർക്ക് ഒപ്പിടാൻ, അവരെ കൊണ്ടുവരാൻ, എല്ലാവരും കൂടെ എനിക്ക് തോന്നുന്നു ഒരു 28-30 ആളുണ്ട് കേട്ടോ. ഈ 4-5 കുടുംബം എന്ന് പറഞ്ഞാലും ഭയങ്കര പരിശ്രമമാണ്. ഭയങ്കര പരിശ്രമം എന്ന് പറഞ്ഞാൽ തമ്പ് ശരിയാവില്ല, അവരെ കൊണ്ടുവന്നാൽ ശരിയാവില്ല, അവർ അക്ഷയയെ പോവില്ല, ഫോട്ടോ എടുക്കാൻ നിൽക്കില്ല, മല്ലെടുത്ത പണി. 2 ആളെ ഞാൻ പോസ്റ്റ് ചെയ്തു ഇതിനു വേണ്ടി മാത്രം. എൻ്റെ ഓഫീസിലുള്ള ആൾ ഒക്കെ തന്നെ നമ്മൾ തന്നെ ചിലവ് ചെയ്തിട്ടാണ് ഈ സാധനം. അപ്പോൾ അങ്ങനെ ചെയ്ത് ആധാർ കാർഡായി, അവരെ വോട്ടർ കാർഡായി, ദെൻ അവർക്ക് ബാങ്ക് അക്കൗണ്ടായി. അത് കഴിഞ്ഞിട്ട് അവരെ കുട്ടികളെ ഞാൻ വിളിച്ചിട്ട് അടുത്ത സ്കൂളിൽ നമ്മൾ ചേർത്തു, തൊട്ടടുത്ത സ്കൂളിൽ. അപ്പോൾ സ്കൂളിൽ ചേർക്കുമ്പോൾ അവർ ആരെ പേര് എഴുതുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ HMനോട് പറഞ്ഞേ, നിങ്ങളവിടെ ഗാർഡിയൻ്റെ പേരോ അഡ്മിഷൻ രജിസ്റ്ററിൽ ആളുടെ പേര് നിങ്ങൾക്കില്ലാതെ വന്നാൽ ET ടൈസ് മാസ്റ്റർ MLA എന്ന് എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അല്ല ഇന്ന് ഞാൻ അഭിമാനപൂർവ്വം പറയണ്ട, എഴുതിക്കോ, നിങ്ങൾ ആ പേര് എഴുതിക്കോ, പേര് എഴുതിയിട്ട് ഞാനാണെന്ന് പറഞ്ഞോളാം പറഞ്ഞു. പിന്നെ ടീച്ചറൊന്നും ചോദിച്ചില്ല എന്നോട്. അത് കഴിഞ്ഞ് അവർക്ക് ഡ്രസ്സ്, അവനെ 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ ഞാൻ കൈ പിടിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും കൂടി ആ കുട്ടികളെ 1-ാം ക്ലാസ്സിൽ ചേർത്തത്. ഈ കുട്ടികളെ അവർ തെരുവിൽ നിലനിൽക്കുന്നത്, ആ കുട്ടികൾ മുഴുവൻ 1-ാം ക്ലാസ്സിലായി. ഇപ്പോൾ ആ കുട്ടികൾ, ഞാൻ പഠിക്കുന്ന കുട്ടികളിൽ ഏറ്റവും മിടുക്കൻ, എനിക്ക് 2-ാമതോ 3-ാമതോ ആയിട്ടുള്ള കുട്ടി ഞാൻ ചേർത്തിയ കുട്ടിയാണ് കേട്ടോ ആ കുട്ടികളെ. അതിനുശേഷം നമ്മൾ തോന്നിയത് അവർക്കിങ്ങനെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തത ഉണ്ടാക്കണ്ടേ. അപ്പോൾ അതിനാണ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ അതിൽ തന്നെ റേഷൻ കാർഡ് കൊടുത്തപ്പോഴും ഞാൻ നേരിട്ടൊരു പ്രശ്നം എന്നറിയും. പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ കാർഡിന് ഒരു വീട് വേണം. ആ വീടുള്ള അവിടെ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ വേറെ ആൾക്ക് റേഷൻ കാർഡ് അനുവദിക്കില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചത് അങ്ങനെ ഇവർക്ക് റേഷൻ കാർഡ് കൊടുക്കും, ഇവർക്ക് വീട് ഉള്ള വാടകയ്ക്കുള്ള വീടാണ്, അവിടെ ആ വീട്ടിൽ വേറെ റേഷൻ കാർഡ് ഉണ്ട്, ലഭിക്കുമായിരുന്നില്ല അന്നത്തെ കാലത്ത്. പിന്നീട് നമുക്ക് മാറിയിട്ടാണ്. പക്ഷേ സംസ്ഥാനത്ത് ആദ്യമായിട്ട് എൻ്റെ ഇതിലൊരു തീരുമാനം വന്നു. എന്താണെന്നറിയാം തീരുമാനം? ഈ അലഞ്ഞു നടക്കുന്നവർക്കും ഇതുപോലെ പീഡികത്തിന് താമസിക്കുന്നവർക്കും ബാക്കിയുള്ളവർക്കും റേഷൻ കാർഡ് അനുവദിക്കുമ്പോൾ അവരെ ഹൗസ് നമ്പർ എഴുതിയ സ്ഥലത്ത് 0 എന്ന ഉള്ള റേഷൻ കാർഡ് കൊടുത്തോളാൻ സംസ്ഥാന സർക്കാർ ഇവരെ ഇതിലാണ് തീരുമാനമായത്. അങ്ങനെ ഇവർക്ക് റേഷൻ കാർഡ് വന്നു. അവരെ ഹൗസ് നമ്പർ 0 എന്നാണ് ഇവരെ വിട്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായ രസം എന്ന് അറിയും. അപ്പോൾ ആദ്യം കിട്ടിയത് വെള്ളക്കാർഡാണ്. അപ്പോൾ വെള്ളക്കാർഡ് കിട്ടിയിട്ട് എനിക്കറിയില്ല, വെള്ളക്കാർഡ് കൊടുക്കാനുള്ള കാശ് വരുന്നു വേണ്ടേ. അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലൊന്നും ഇപ്പോൾ അരി കിട്ടി, അത്യാവശ്യം ഒരു കാര്യം, പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കാനൊക്കെ ചിലവർക്ക് നടക്കുമല്ലോ. അപ്പോൾ അതൊന്ന് ഫ്രീ ആക്കാൻ എങ്ങനെ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആലോചിച്ചത് മഞ്ഞക്കാർഡാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഇവിടെ മന്ത്രി കൊടുത്തപ്പോൾ മന്ത്രി ഇതിപ്പോൾ സ്പെഷ്യൽ ഓർഡർ ഇട്ട് മഞ്ഞക്കാർഡ് കൊടുത്തപ്പോൾ ഇപ്പോൾ 30 കിലോ അരി ഫ്രീ ആണ്. അപ്പോൾ ആദ്യം അതിൻ്റെ സെക്യൂരിറ്റി അവർക്ക് ആയി. അപ്പോൾ അത് കിട്ടി. പിന്നെ അത് മാത്രമല്ല, ജോലിക്കുള്ളതും ചില സ്ഥലത്ത് ഞങ്ങൾ ഏർപ്പാട് ചെയ്ത് കൊടുത്ത ജോലിയുണ്ട് അവർക്ക്. അവർ കളത്തിലൊരു സാധനം മറ്റൊക്കെ നമ്മൾ ഏർപ്പാട് ചെയ്ത് ഇവനൊരു ജോലി ചേർത്ത് കൊടുക്കുക, അങ്ങനെ കൊടുക്കും. അപ്പോൾ എല്ലാ തരത്തിലൊരു പിന്നിൽ നമ്മൾ അവരെ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ പിന്തുണ തന്നെയാണ് പ്രധാനം. ഇനിയിപ്പോൾ അവർക്കൊരു സ്ഥലം കണ്ടെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? സ്പോൺസർഷിപ്പ് വേണ്ടേ. അപ്പോൾ സ്പോൺസർഷിപ്പിലൂടെ അവർക്ക് സ്ഥലം കണ്ടെത്തി, അവർ വീടൊരെണ്ണം റെഡിയാക്കി. ഇന്നും അല്ലെങ്കിൽ നാളെ എൻ്റെ രജിസ്ട്രേഷൻ നടക്കും. അവർക്ക് ആ കുട്ടികൾ അവർ രക്ഷപ്പെടുകയാണ്. ബാക്കിയുള്ള 3 പേർക്ക് സർക്കാരിൻ്റെ തന്നെ നമ്മൾ വേറെ ചെയ്തു. അവർ ആ സ്ഥലത്ത് അവർ ഭൂമി കൊടുത്തിട്ട് ഇപ്പോൾ 4 ലക്ഷം രൂപയുടെ ലഭിച്ചിട്ടുണ്ട്. അവർ വീട് പണിയാൻ തുടങ്ങണം. ആ 4 വീട്ടുകാർ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അഭിമാനം, ഏറ്റവും സന്തോഷം ഉള്ള, മനസ്സറിഞ്ഞിട്ടുള്ള സാധനം, ആ 4 വീട്ടുകാർക്കുള്ള നമ്മൾ 4 പുതിയ ജീവിതങ്ങൾ കൊടുക്കുന്നതാണ്. 28-30 വീട്ടുകാർക്ക് അത്രയും കുട്ടികളും അവരെ ഇത് നാളെ ഒരു പക്ഷേ നമ്മളെ പോലെ മനുഷ്യജീവിയായിട്ട് നടക്കാൻ പറ്റും. എത്ര ഇങ്ങനെ അവരെ പിന്നിൽ ടോർച്ച് പോലെ ഉണ്ട് എൻ്റെ കണ്ണെനിക്ക് തോന്നുന്നു. അവർ ഇടയ്ക്കിടയ്ക്ക് പറയും, ഞങ്ങൾക്ക് ആരെയല്ല മാഷ എവിടെ ഉണ്ടെന്നുള്ളൊരു പേടി ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടെന്ന് പറയും.
ചെറിയ അവരവരെ പഴയ തരത്തിലേക്ക് അവർ തിരിച്ചു പോകാൻ കഴിയുന്നില്ല. പണ്ടാണെങ്കിൽ അവർ വീണ്ടും അവർക്ക് ഷാപ്പിൽ പോകണം, വീണ്ടും അവർ ആ രീതിയിൽ കാണണം. ഇപ്പോൾ അവരങ്ങനെയല്ല. അൾട്ടിമേറ്റ് ഏറ്റവും അവസാനം എനിക്കൊരു പാസ്പോർട്ട് എടുത്തിട്ട് ഇവനൊന്ന് വിദേശത്തുകൊണ്ട് എന്തെങ്കിലും ജോലി കൂടെ സമ്പാദിപ്പിക്കാൻ കൊടുക്കാൻ പറ്റുമെന്നാണ്. അവർക്ക് മാത്രമല്ല അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രചോദനം തന്നെയാണ് സാർ. കുഞ്ഞുങ്ങൾ നന്നായി മാറുന്നു. ആ കുട്ടി വല്ലം എടുക്കണം. നമ്മൾ വിചാരിക്കുന്നേക്കാൾ ബുദ്ധിയുള്ള ആളുകളോട് വരും. ഞാൻ വിചാരിച്ച ഇത്രയൊക്കെ സാധാരണ ഇതിൽ വെച്ചിട്ടൊക്കെ ഉള്ള ഒരു വിവരം വർക്കുണ്ടെന്നൊക്കെ സംശയമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മളൊന്നും തുലനം ചെയ്യുമ്പോഴേ നമുക്കൊരു കഴിവ് വേറെ കഴിവതേ ഉള്ളൂ. അവർ മിടുക്കന്മാരായിട്ടൊക്കെ വരും. ഈ കുട്ടികളും അടുത്ത തലമുറ ഏറ്റവും നന്നായിട്ട് കുട്ടികൾ വരും. അതാണ് ഞങ്ങളൊക്കെ എപ്പോഴും ഞങ്ങളുടെ ക്ലാസ്സുകളിൽ ഞങ്ങളുടെ പാർട്ടിയും ബന്ധപ്പെട്ട പ്രസ്ഥാനമൊക്കെ പറയും, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ അവരെ രക്ഷിക്കപ്പെടാനായിരിക്കും നിങ്ങൾ വരേണ്ടത്. അക്ഷരാർത്ഥത്തിൽ 100% ഇവരുടെ കാര്യത്തിൽ ഞാൻ പാലിച്ചിട്ടുണ്ട്. അവരുടെ ആത്മസംതൃപ്തി യഥാർത്ഥത്തിൽ എനിക്ക് ഏത് പദ്ധതി നടപ്പാക്കണേക്കാൾ മേലെ എനിക്കുണ്ട്. കുട്ടികളോട് അവിടെ വരുമ്പോൾ ഇതേതരം സൗജന്യ ഔദാര്യമാണെന്ന് അവർക്ക് തോന്നരുതെന്ന് പറയും. ആ കുട്ടികളോട് ഞാൻ പറയും, കടം തരുന്നു എന്നാണ് പറയുക അവരോട്. ഞാൻ കടം തരണ്ട, നീ ഇത് ചെയ്യണം, അടുത്ത ആൾക്ക് നീ തിരിച്ചു കൊടുത്തേക്കണം കേട്ടോ, നീ ഇത് ഫ്രീ ആണെന്നൊന്നും വിചാരിച്ചിരിക്കണ്ട. ആ കുട്ടിയെ എപ്പോഴും എന്നെ കണ്ടാൽ എൻ്റെ തലവട്ടം കണ്ടാൽ മതി, അവൾ അവിടെ നിന്ന് ക്ലാസ്സിലേക്ക് ഓടിങ്ങനെ വരും. ഓടി വരുന്ന വരവെന്നൊക്കെ പറഞ്ഞാൽ ഒരു വരവാണ് നമ്മളെ കാണുമ്പോഴേ. അപ്പോൾ അത് അത്രയും അവരെ മനസ്സിൽ തട്ടിയിട്ടുള്ള കുട്ടികളുമാണ്. അപ്പോൾ അവരോട് പറയും, നിനക്കിപ്പോൾ ഒരു അവസരം ഇങ്ങനെ കിട്ടിയത്, ഈ വേറെ ആൾക്കും കൊടുക്കാനുള്ള അവസരം ഇത് എല്ലാ മണ്ഡലത്തിലും ആക്കിയാൽ വെച്ചാൽ അത് സ്ഥിതിയാണ്. നമ്മുടെ ഈ പുരോഗമന സമൂഹം എന്ന് പറയുന്നു, അങ്ങനെ പറയുന്ന സമൂഹത്തിന് പുതിയ ഏറ്റെടുക്കണ്ടേ? അങ്ങനെ വേണമല്ലോ. അല്ലെങ്കിൽ ഒരു പക്ഷേ കയ്പമംഗലം മാത്രം ചെയ്താൽ കയ്പമംഗലത്തേക്ക് വേറെ ആൾക്കാർ വരും. എന്നോട് എത്ര ആൾക്കാർ വേറെ വിളിച്ചെന്നറിയാം ഇങ്ങോട്ട് വരാനേ. അവർക്ക് വെറുതെ ഇങ്ങോട്ട് പോന്നാൽ മതിയല്ലോ, ഇവിടെ സ്ഥലവും നമുക്കങ്ങനെ സാധിക്കില്ലല്ലോ, ഒരാൾക്കും അങ്ങനെ സാധിക്കില്ലല്ലോ. അപ്പോൾ അതാത് പ്രദേശങ്ങളിലുള്ള വിഷയം അവിടെ തീർത്തു പോയാൽ നമുക്ക് എന്താ ഈ പൊതുവായിട്ട് ഇത്തരം ആളുകളുടെ വിഷയം പരിപൂർണമായിട്ട് കേരളത്തിൽ അവസാനിപ്പിക്കാൻ പറ്റും. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു പുതിയ മോഡൽ സൃഷ്ടിക്കാൻ കഴിയുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. അതാണ് സർക്കാരിൻ്റെ അതിദാരിദ്ര്യ പരിപാടി എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ ഒരുമിച്ച് വായിക്കേണ്ടത്. സർക്കാരിൻ്റെ ഒരു പൊതു പോളിസിയാണ്, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഒരു പോളിസിയാണ് ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നത്. ആ പോളിസി വേണമെങ്കിൽ ആദ്യമായി നടപ്പാക്കാൻ കഴിഞ്ഞ മണ്ഡലത്തിൻ്റെ ഒരു ഭാഗ്യം കൂടി കയ്പമംഗലത്ത്. തീർച്ചയായിട്ടും സാർ അത് പറയുമ്പോൾ നമുക്ക് അവരോടുള്ള ഒരു കരുതലും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഇവരെ ഈ പറഞ്ഞ ആളുകളെ കണ്ടാലേ, ഞാനിപ്പോൾ കാണാൻ വേണ്ടി പറഞ്ഞല്ല, കണ്ട് അവർ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ എത്ര വേണമെങ്കിൽ പഴയ ഒരു ഫോട്ടോ കണ്ടാൽ അത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അവരെങ്ങനെയായിരുന്നു ഇപ്പോഴെങ്ങനെയാണ്, അതാണ് അതിൻ്റെ വ്യത്യാസമുള്ളത്. പിന്നെ കൂടുതൽ ആളുകൾ വരുന്നുണ്ട്, അവർ ഫേസ് ചെയ്യുന്ന വിഷയമൊക്കെ അതാണ്. പല ആളുകളും പറയുന്നുണ്ട് ഞങ്ങളും കൂടെ അത് മുഴുവൻ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന ആളാവില്ല. പക്ഷെ ഞാൻ എടുത്ത ഒരു പോയിന്റ് ആദ്യത്തെ ഈ 4 കുടുംബങ്ങളെ രക്ഷിക്കുക എന്നാണ്. ആ 4 കുടുംബങ്ങൾ സേഫായിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ നമ്മൾ വീണ്ടും വിദ്യാഭ്യാസ രംഗത്തിലേക്ക് വരുമ്പോൾ അക്ഷര കൈരളി എന്ന് പറഞ്ഞൊരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ പദ്ധതിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഒരു 9 കൊല്ലം മുമ്പാണ് ഈ അക്ഷരകൈരളി എന്ന് പറയുന്ന പദ്ധതി നടപ്പാക്കുന്നത്. അക്ഷരകൈരളി പദ്ധതി നടപ്പാക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള അന്നത്തെ വിഷയം നമ്മുടെ മൊത്തം ഈ മണ്ഡലത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുള്ള പ്രശ്നം എന്നതറിയുകയും ആ പ്രശ്നത്തിനനുസരിച്ച് ആ പ്രശ്നം പരിഹരിക്കുകയും ഉയർന്നു പോകാനും കഴിയുന്ന രീതിയിലുള്ളൊരു കാര്യം ഉണ്ടാകണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അതാണ് എൻ്റെ കണ്ടൻറ്റ്. അപ്പോൾ അതിന് നമ്മൾ വളരെ വലിയ യോഗം വിളിച്ച് അന്നൊരു 500-600 പേരെങ്കിലും ആ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടാവും. എല്ലാ സ്കൂളുകളിലെയും പ്രധാന അധ്യാപകർ അതിലുണ്ടായിരുന്നു. എല്ലാ സ്കൂളിലെയും PTA MPTA അതിലുണ്ടായിരുന്നു. വിദ്യാഭ്യാസ രംഗത്ത് പല സംഘടനകളും നല്ല കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ ഉൾപ്പെടെയുള്ള അതിൻ്റെ ഭാരവാഹികളുണ്ടായിരുന്നു. പുരോഗമന എല്ലാ ആളും ഉണ്ടായിരുന്നു. ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ഉണ്ടായിരുന്നു, പൂർണ്ണമായി അവരുണ്ടായിരുന്നു. AEO BPC തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരുണ്ടായിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉണ്ടായിരുന്നു അവിടുന്ന് സംസ്ഥാനം. അതാണ് വലിയ പരിപാടി. ആ പരിപാടിയിൽ വെച്ച് നമ്മൾ പല ഘടകങ്ങളായിട്ട് തിരിച്ചു. മൊത്തം പ്രശ്നങ്ങൾ പറയാനുള്ള അവസരം കൊടുത്ത ശേഷം അതിനെ വിവിധ ഗ്രൂപ്പുകളായിട്ട് നമ്മൾ തിരിച്ചു. അപ്പോൾ ഇതിൻ്റെ പേര് അക്ഷരകൈരളി എന്നും, അതിൻ്റെ അമ്മ അക്ഷരകൈരളിയാണെങ്കിൽ തൊട്ട് അടിയിൽ നമ്മൾ പറയുന്നു ഇപ്പോൾ അക്കാദമിക് സൗകര്യം ഉയർത്താൻ അതിൻ്റെ സംവിധാനം IT ഗ്രൂപ്പ് ഒരു പദ്ധതി. തൊട്ടുപുറത്ത് ഇവരെ കലാവാസനകളെ മെച്ചപ്പെടുത്താൻ കലാമുറ്റം എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ കൃഷി അതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ തളിർ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിവിധങ്ങളായിട്ടുള്ള ഞാൻ മുഴുവൻ പറഞ്ഞ ഹൈടെക് ആയിട്ട് ഉയർന്നു പോകാനുള്ള കുട്ടികളുണ്ട്, മിടുക്കരായിട്ടുള്ള കുട്ടികൾ. അവർക്ക് വേണ്ടിയുള്ള സുമേധ എന്ന് പറയുന്ന ഗ്രൂപ്പ്. ലഹരിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങളും അവരൊന്ന് രക്ഷപ്പെടുത്തണം, അതിനുള്ള സ്വരക്ഷ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും
ഇനി ഏറ്റവും അവസാനം ഭിന്നശേഷിക്കാരായിട്ടുള്ള ചാരുത എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പോൾ ആ ഗ്രൂപ്പ് ചർച്ച ചെയ്യേണ്ടത് എങ്ങനെ ആ ഫീൽഡിൽ രക്ഷപ്പെടുത്താൻ പറ്റും, എങ്ങനെ അവർ ഇടപെടാൻ പറ്റും, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ കൂടിയിരുന്നിട്ട് ആലോചിച്ച് അവർ മൊത്തം ഇത് ചെയ്ത് അവിടെ തീരുമാനമാക്കി അതനുസരിച്ച് ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പണിയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ കമ്മിറ്റി കഴിഞ്ഞാൽ എല്ലാ കമ്മിറ്റിയുടെ ചെയർമാൻമാർ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. 7 ഗ്രൂപ്പാണ്, 7 പഞ്ചായത്ത് 7 ഗ്രൂപ്പാണ്. ആ 7 ഗ്രൂപ്പിന് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർമാൻ. അവിടുത്തെ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അതിൻ്റെ കൺവീനർ, വൈസ് ചെയർമാൻ, അതുപോലെ ബന്ധപ്പെട്ട ആളുകളാവാൻ അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബന്ധപ്പെട്ടവർ, അതുപോലെ റിട്ടയർ ചെയ്ത ആളുകൾ. അപ്പോൾ ഓരോ കമ്മിറ്റിക്കും ഏകദേശം 35-40 പേരുണ്ടാവും കേട്ടോ. 35-40 ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത് കാര്യങ്ങൾ നടത്താൻ തീരുമാനിക്കണം. അപ്പോൾ എല്ലാം നല്ല രസമാണ്. ഓരോന്നും അതിൻ്റെ ഞാനൊരു കമ്മിറ്റി പറയാം. ചാരുത എന്ന് പറയുന്ന കമ്മിറ്റി എന്ന് പറയുന്ന ഭിന്നശേഷിക്കാർക്കുള്ള കമ്മിറ്റിയാണ്. അപ്പോൾ ഭിന്നശേഷി കമ്മിറ്റിക്കാർ മൊത്തം കമ്മിറ്റിയിൽ എത്ര ആളുകളുണ്ട് നമ്മുടെ ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികൾ, കുട്ടികൾ നേരിടുന്ന വിഷയങ്ങൾ എന്താണ്, കുട്ടികളുടെ രക്ഷിതാക്കൾ നേരിടുന്ന വിഷയങ്ങൾ എന്താണ്, അവരെ സഹായിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ പോവുക. മനസ്സിലായില്ലേ? കുട്ടികൾ നേരിടുന്ന വിഷയം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഡയപ്പർ ഉൾപ്പെടെ നമ്മൾ എന്തോരം കൊടുത്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത്രയും കടുപ്പിലായിട്ടുള്ള കുട്ടികൾ അത് ഉപയോഗിക്കുള്ള അത് നമ്മൾ വല്ലാതെ വിതരണം ചെയ്തതാണ്. അതുപോലെ ഭിന്നശേഷിക്കാരെന്ന് പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെയുണ്ട് മുനക്കൽ ബീച്ചുണ്ട്. ബീച്ചുള്ളപ്പോൾ ഞങ്ങൾക്ക് ബീച്ചിൽ അതിൽ കയറാൻ പറ്റുന്നില്ല. അവിടെ അതിന് ഭിന്നശേഷി സൗഹൃദമാക്കണം, ഭിന്നശേഷി സൗഹൃദമാക്കി, അങ്ങനെയാണ് അതിൻ്റെ അവിടെ വരുന്നത്. പിന്നെ നമ്മുടെ അവിടെ അമ്മമാർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇങ്ങനെ കുട്ടികളിലൊക്കെ ഇതാകുമ്പോൾ ഞങ്ങൾ കുറച്ചൊരു സ്വയം തൊഴിലിനൊരു സഹായം ചെയ്യണം. അപ്പം ഞങ്ങളൊരു തയ്യൽ മെഷീൻ പരിശീലനവും അതും തരണം. തയ്യൽ മെഷീനും പരിശീലനം നമ്മൾക്കൊരു ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിനുള്ള എല്ലാം ചെയ്തു. 2-3 ലക്ഷം രൂപ ഇതുണ്ട്. മെഷീനൊക്കെ മേടിച്ച് ഒരു പഠിപ്പിക്കാനുള്ളത് വേണ്ടത്. പക്ഷെ പഠിപ്പിച്ചപ്പോൾ എനിക്കൊന്നും ആകെ 63 പേരായിട്ടുണ്ടായിരുന്നത്, 63 അമ്മമാരുണ്ടായിരുന്നു. ഞങ്ങൾ ചെയ്തൊരു കാര്യം എന്നറിയോ, ഈ 63 അമ്മമാർക്കും പോയപ്പോൾ തയ്യൽ മെഷീൻ ഉൾപ്പെടെ കൊടുത്തത്. ഈ 63 വലിയ ശ്രമമാണ് അതിൻ്റെ പിന്നിൽ കേട്ടോ. 61 വീട്ടുകാർക്ക് 8500 രൂപ ഒരാൾക്കായി ഒരു മെഷീനായി എന്ന്. ആ മെഷീൻ എല്ലാവർക്കും കൊടുത്തു. അവർ കൊണ്ടുപോയിട്ട് അവർ വീടുകളിൽ, ചിലർ വീട്ടിലിട്ടുണ്ട്, ചിലർ ഒരുമിച്ച് ചെയ്യണവരുണ്ട് ഇപ്പോഴും. അപ്പോൾ അവർക്കൊരു വരുമാന മാർഗ്ഗമാവാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യം. പിന്നെ അവർക്കുള്ള ഒരു പൊതുവായ സെൻറ്റർ വേണമെന്ന് ആവശ്യപ്പെടണം. ആ പൊതു സെൻറ്ററുള്ള സ്ഥലമൊക്കെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ അതിൻ്റെ സെൻറ്റർ അതുമായി സംബന്ധിച്ച കാര്യങ്ങളാണ്. പിന്നെ അവർക്ക് ചില പരിശീലനങ്ങൾ പ്രത്യേകം. പിന്നെ അവർക്ക് ചില പോകേണ്ട ടൂറ് സംബന്ധിച്ച്, യാത്ര സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, ഇവരെ ഭിന്നശേഷിക്കാരെ മാത്രമായിട്ടുള്ള കായിക കലാമത്സരങ്ങൾ, മനസ്സിലായില്ലേ? പിന്നെ ഏത് ആഘോഷം വന്നാലും, അതിപ്പോൾ ഓണം വരുന്നു, ഓണം വന്നാൽ ഇവർക്കൊരു വലിയൊരു പരിപാടി ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇവർക്ക് നല്ല വസ്ത്രങ്ങൾ കൊണ്ടു കൊടുക്കൽ, നല്ല ഭക്ഷണത്തിന് ഒരുമിച്ച് നമ്മൾ ഇരിക്കൽ, അങ്ങനെ ഈ രംഗം. അപ്പോൾ ഓരോ രംഗത്തും സെപ്പറേറ്റാണ്. ഈ രംഗം ഇങ്ങനെ പോകണം. കലാമുറ്റം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് വേറെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ കലോത്സവങ്ങളെ മെച്ചപ്പെടുത്താനുള്ളത്, അവിടുത്തെ ബുധനാഴ്ച സാഹിത്യ സമാജം എന്നുള്ള പുതിയ സാധനം കുട്ടികൾക്കുള്ള, അങ്ങനെ ഓരോ ഗ്രൂപ്പും അവർ ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച് ഐഡൻറ്റിഫൈ ചെയ്ത് അതനുസരിച്ച് പോവുകയാണ്. അപ്പോൾ നിരന്തരമായ പ്രവർത്തനം സ്കൂളിൽ നടക്കുകയാണ്, ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കണം. ആ കമ്മിറ്റി നടക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു നല്ല മനുഷ്യനായി കുട്ടികളെ പതുക്കെ എന്ത് ചെയ്യും, രൂപാന്തരപ്പെടുത്തുക എന്നാണ് അതിൻ്റെ ഉദ്ദേശം. നല്ല അവർക്ക് വെറുതെ ഇതിന്ന് കിട്ടുന്നത് മാത്രം പോരല്ലോ. പിന്നെ ഞങ്ങൾ ഉണ്ട്, ഇപ്പോൾ ഇവരൊരു ഗ്രൂപ്പ് തീരുമാനിച്ച് നമ്മൾ നല്ല ഭക്ഷണം കൊടുക്കണം. ഭക്ഷണം കൊടുക്കുമ്പോൾ ഉണ്ടായ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടുക്കളയില്ലായിരുന്നപ്പോൾ ഞാൻ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും BPസിനോടും ബന്ധപ്പെട്ട ആളുകളോടും പറഞ്ഞു, നിങ്ങൾ പോയി നോക്കുക, പരിശോധിക്കുക എത്ര അടുക്കള കുറവുണ്ടെന്ന് അറിയോ? 57 അടുക്കള കുറവാണ്, നല്ല അടുക്കളയില്ല. അപ്പോൾ ചെറിയ സ്കൂളിൽ ചെറിയ നമ്പറുള്ള കുട്ടികൾക്ക് 4 ലക്ഷം, കുറച്ചുകൂടെ കൂടുതൽ ഉള്ള UP സ്കൂളുകൾക്ക് 7 ലക്ഷം, അതിന് തൊട്ടുമുമ്പ് 8 ക്ലാസ്സൊക്കെ ഉള്ള സ്കൂളുകൾക്ക് 10 ലക്ഷം. അങ്ങനെ വെച്ചിട്ട് 4, 7, 10 കൂടുതൽ വിദ്യാർത്ഥികളുള്ളിടത്ത് 10 ലക്ഷം എന്നുള്ള അർത്ഥത്തിൽ എടുത്തിട്ട് എന്ത് ചെയ്തു, 57 സ്കൂളുകൾക്ക് നല്ല വൃത്തിയായ അടുക്കളിപ്പുണ്ട്. കമ്പ്യൂട്ടർ നല്ലോണം കൊടുത്തിട്ടുണ്ട്, LCD പ്രോജക്റ്റ് ഒന്നായിട്ട് കൊടുത്തിട്ടുണ്ട്, കെട്ടിടത്തിനുള്ള സഹായം കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ പലതരം ഫണ്ടുകൾ പൂൾ ചെയ്തിട്ടാണ് നമുക്ക് നടപ്പാക്കാൻ പറ്റും. പിന്നെ എനിക്ക് വളരെ ഗൗരവപ്പെട്ട രീതിയിൽ ഒരു ഇടപെടൽ തോന്നിയത്, എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി ഉള്ളത് എൻ്റെ പഠനത്തിലാണ്. എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി കേട്ടോ. ആ ക്ലാസ് മുറി ലൈബ്രറി ആവാൻ സ്പോൺസർഷിപ്പ് കുറേ മേടിച്ചിട്ടുണ്ട്. എനിക്ക് സമ്മാനമായി കിട്ടിയ കുറേ പുസ്തകങ്ങളുണ്ട്, അത് ഞാൻ കൊടുത്തിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും MLAക്ക് ഇങ്ങനെ ഫണ്ട് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ആ ഫണ്ട് മുഴുവൻ LP UP സ്കൂളുകൾക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഓരോ
ആളുകൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സ്മരണയ്ക്ക് വെച്ചിട്ട് ഓരോ ക്ലാസ് മുറി സ്പോൺസർ ചെയ്യും. അവർ പുസ്തകം കൊടുക്കും, ഷെൽഫും കൊടുക്കും. അപ്പോൾ കുട്ടികളൊരു അധ്യാപിക ഇല്ലാതെ വന്നാൽ അവർ പുസ്തകം വായിക്കുന്നവർ വായിക്കും. പിന്നെ ഒരു സ്പോർട്സ് കിറ്റ് ഉണ്ട്, അവർ ചെസ്സിൻ്റെ അത്യാവശ്യമുള്ളത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ക്ലാസ് മുറികളിൽ തന്നെ. അപ്പോൾ വെറുതെ കുട്ടികളിങ്ങനെ ഐഡിയ ഇങ്ങനെ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ വന്ന് അവർക്കൊരു കൃത്യമായിട്ടുള്ള ഇത് കൊടുത്താൽ അതനുസരിച്ച് അവർ മാറി കാര്യങ്ങൾ ചെയ്യുമെന്നാണ്. ഈ കുട്ടികൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ പുറത്ത് ഈ പൊതു കളിസ്ഥലവും സ്റ്റേഡിയം ഒക്കെ നിർമ്മിക്കുന്ന പണി നടത്തിയത്. ഈ കുട്ടികൾക്ക് തന്നെയാണ് നീന്തൽ പരിശീലനം എല്ലാത്തും ഗ്രാമപഞ്ചായത്ത് നേതൃത്വത്തിൽ തുടങ്ങി ഞങ്ങൾ അതിനെല്ലാ പ്രോത്സാഹനം കൊടുത്തത്. ഇപ്പോൾ കുളം കെട്ടാനുള്ള പൈസ ഞങ്ങൾ ചിലപ്പോൾ കൊടുക്കും, നീന്തൽ പരിശീലിപ്പിക്കാനുള്ള സംഖ്യ ആര് കൊടുക്കും? ഗ്രാമപഞ്ചായത്ത് കൊടുക്കും. ഇപ്പം എല്ലാ പഞ്ചായത്തിലും ഒരു നല്ല കുളമുണ്ട് കേട്ടോ. പരിശീലനം എല്ലാവരും നടക്കും. ഒരു വെക്കേഷൻ കാലത്ത് പരിശീലനം നടക്കും, നല്ല പരിശീലനം. ഒരു 10-200 കുട്ടികളുള്ള പരിശീലനമാണ് നടക്കുക. അത് മതിലകം ഗ്രാമപഞ്ചായത്തിൻ്റെ കുളം, നമ്മളെ പോഴങ്കാവ് കുളം, അപ്പുറത്ത് ഉള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ അങ്ങനെ എല്ലാ സ്ഥലത്തും നടക്കുകയാണ്. അപ്പം അത്തരം സംവിധാനങ്ങളൊക്കെ ഈ അക്ഷരകേരളിയും അതിൻ്റെ എന്തിനുണ്ട് പിന്നിലുണ്ട്. അപ്പോൾ ഒരു ബൃഹത്തായ എന്ന് വേണമെങ്കിൽ പറയേണ്ട രീതിയിലുള്ള പരിപാടി നടക്കുന്ന സ്ഥലമാണ്. അതൊരു നല്ല അനുഭവമാണ് വിദ്യാഭ്യാസ രംഗത്തുള്ള. അപ്പോൾ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ വികസന പ്രവർത്തനങ്ങളാണ് കയ്പമംഗലം മണ്ഡലത്തിന് വേണ്ടി ET ടൈസൺ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങ് ഇപ്പോൾ ഇവിടെ നിന്ന് പറവൂർ മണ്ഡലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും പറവൂർക്കാർക്ക് അങ്ങയുടെ നന്മ നിറഞ്ഞ മനസ്സ് ഞങ്ങൾക്ക് മനസ്സിലായതുപോലെ പറവൂർക്കാർക്ക് മനസ്സിലാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ വിജയ ആശംസകളും. ഒരു കാര്യം കൂടി പറയുകയാണ് പ്രത്യേകിച്ച്, എൻ്റെ കയ്പമംഗലം മണ്ഡലം യഥാർത്ഥത്തിൽ വലിയ പരിഗണനയും സ്നേഹവും കാണിച്ച മണ്ഡലമാണ്. അവരോടൊപ്പം എന്നും ഉണ്ടായിരുന്നു. ചിലപ്പോൾ പക്ഷേ എല്ലാ വിഷയത്തിലും അവരെ പരിഹരിക്കപ്പെട്ടൊന്നും എനിക്ക് ബോധ്യമില്ല, ആർക്കും ബോധ്യമുണ്ടാകാൻ വഴിയുണ്ടാവില്ല. പക്ഷെ അവരുടെ വിഷയങ്ങളിലൊപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരാളാണെന്ന് അവരെന്നും ഓർക്കുവരും. എപ്പോഴും ഏത് സന്ദർഭത്തിലും അവരോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. അവരുടെ വിഷയങ്ങളിൽ പരമാവധി പരിഹരിക്കാനുള്ള ശ്രമം നടത്തിയ ആളുകളാണ്. അത് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായിട്ടുള്ളൊരു പിന്തുണ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായും അവരോടെല്ലാവരോടും നിസ്സീമമായിട്ടുള്ള നന്ദി ഞാൻ പ്രത്യേകമായിട്ട് രേഖപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, നമ്മുടെ പ്രവർത്തനത്തിൽ അവർ കൂടി പങ്കെടുത്തുകൊണ്ടുള്ള പിന്തുണ എന്ന് പറയുന്നതും വളരെ വലുതാണ്. അതും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അവരോട് എല്ലാവരോടും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒത്തിരി സന്തോഷം ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന്. എല്ലാവിധ ആശംസകളും. സന്തോഷം.